السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين. أما بعد، فأوصيكم وإياي أولا بتقوى الله. ബഹുമാനരായ അധ്യക്ഷരെ, സാദാത്തുമാരെ, ദാറുൽ ഹുദ SYS ജിദ്ദ കമ്മിറ്റികളുടെ പ്രവർത്തകന്മാരും സാരഥികളും സഹായികളും ഗുണകാംക്ഷികളുമായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ഈ സംഗമത്തിൻ്റെ സംഘാടകർ ദുർവഹമായ ഒരു കാര്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമായി അനുസ്മരിക്കാം. കാരണം MM ബഷീർ മുസ്ലിയാർ, ചെറുശ്ശേരി ഉസ്താദ് സൈനുദ്ദീൻ മുസ്ലിയാർ, ഡോക്ടർ ബാപ്പുട്ടി ഹാജി, ഈ മൂന്നാളുകളെയും അനുസ്മരിക്കണം. പിന്നെ ദാറുൽ ഹുദയെയും അനുബന്ധ കാര്യങ്ങളെയും സംബന്ധിച്ചൊക്കെ പറയും വേണം. ആകെ മാക്സിമം 1.25 മണിക്കൂറാണ് ഇപ്പോൾ അതിനുള്ളത്. അതിൽ ഒരാളെപ്പറ്റി, ഇതിൽ ഏതെങ്കിലും ഒരാളെപ്പറ്റി പറയാൻ തന്നെ 1.25 മണിക്കൂർ അപര്യാപ്തമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു 101 ആവർത്തിച്ച ഒരു ചെറിയൊരു ഗുളികയായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഏതാണെങ്കിലും അല്ലാഹു തആല ഈ സംഗമം സാലിഹ അമലായി ഖബൂൽ ചെയ്യട്ടെ. ഈ മഹാന്മാരുടെ കാൽപ്പാടുകൾ പരമാവധി പിൻപറ്റാൻ അല്ലാഹു നമുക്കൊക്കെ അവസരങ്ങൾ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. നമ്മൾ ഈ ഒത്തുകൂടിയത് ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കാൻ ഞാൻ ദുആ ചെയ്തു. നിങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞല്ലോ. ഇതിനെന്താ പുണ്യമുള്ളതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പുണ്യമായ കാര്യം ആണ് പുണ്യമായിട്ട് സ്വീകരിക്കാൻ ദുആ ചെയ്യൽ. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി കഅബ ഉണ്ടാക്കി, എന്നിട്ട് പറഞ്ഞു റബ്ബന തഖബ്ബൽ മിന്നാ, അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന്. എന്നതുപോലെ മഹാന്മാരെ സംബന്ധിച്ച്, സാലിഹ്യങ്ങളായ ആളുകളെ സംബന്ധിച്ച് ഉള്ള അനുസ്മരണം പുണ്യകർമ്മമാണ്, അല്ലെങ്കിൽ ദോഷങ്ങൾ പൊറുപ്പിച്ച് കളയുന്ന ഒരു പവിത്രമായ ധർമ്മമാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ എന്നാണ് ആ ഹദീസ്. പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള അനുസ്മരണം ഇബാദത്താണ്. സജ്ജനങ്ങളെ സംബന്ധിച്ചുള്ള അനുസ്മരണം ദോഷങ്ങൾ പൊറുപ്പിച്ച് കളയുന്ന, രണ്ടോ ഇബാദത്തിനാണ്, രണ്ട് പദങ്ങളായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തുകൊണ്ടത് ദോഷങ്ങൾ പൊറുപ്പിച്ച് കളയുന്നതാകുന്നു? മഹാന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ജീവചരിത്രത്തിൻ്റെ ഏടുകളൊക്കെ മഹത്വപൂർണമായിരിക്കും. മഹത്വങ്ങൾ ഒരുപാട് സമ്മേളിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് മഹാന്മാർ എന്ന് പറയുക. മഹത്വം ഉള്ള ആളുകൾ മഹാന്മാർ. സാലിഹ്യങ്ങൾ എന്നാണ് ഇതിനെ അറബിയിൽ ഉപയോഗിച്ചിട്ടുള്ള പദം. ജീവിതത്തിൽ നന്മ മാത്രം കൈമുതലാക്കിയ, അല്ലെങ്കിൽ നന്മ മാത്രം ജീവിതത്തിൽ അനുവർത്തിച്ച ആളെന്നാണ് ഇപ്പോൾ സാലിഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏതൊരു വശം പറഞ്ഞാലും കേൾക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സതുദ്ദേശത്തോടു കൂടി പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കുണ്ടാകും. അതല്ല വെറുതെ അങ്ങനെ ഒരു പാട്ട് കേൾക്കണമാതിരി, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ അവിടെ പോകാതിരിക്കുക, ഭാരവാഹികളൊക്കെ സകലതങ്ങൾ ക്ഷണിച്ചാണ്, ബൈറുള്ളതങ്ങൾ ക്ഷണിച്ചാണ്, ഫൈസി ക്ഷണിച്ചതാണ്, അലിമൗലവി ക്ഷണിച്ചതാണ്, എങ്ങനെ പോകാതിരിക്കുക എന്ന് കരുതി കുടുങ്ങി വന്നാൽ അത് കിട്ടൂല. ഇസ്ലാമിലെ ഏത് കാര്യവും അങ്ങനെയാണ്. ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അത് അള്ളാഹുവിങ്കൽ മഖ്ബൂലായിരിക്കും.
അതിൽ മറ്റ് താല്പര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഹദീസിൻ്റെ സ്കെയിൽ വെച്ചാണ് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അമ്പിയാക്കന്മാരല്ലാത്ത സാലിഹീങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അപ്പോൾ ഖുർആൻ ചെയ്ത ഒരു പണി കൂടിയാണത്. അമ്പിയാക്കന്മാരെ അനുസ്മരിക്കുക, സാലിഹീങ്ങളെ അനുസ്മരിക്കുക. അതിന് വിശദീകരണം നൽകുക നമ്മളുള്ള സമയത്തിന് പിന്നെയും പോവും. അമ്പിയാക്കന്മാരെ പറ്റി ഒരുപാടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ അംബിയ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, അമ്പിയാക്കന്മാരെ പറ്റി പറയുന്ന സൂറത്ത്. സൂറത്ത് യൂസുഫ്, അതിൽ യൂസുഫ് നബിയുടെ കഥ വിശദമായിട്ട് പറയാണ്. പിന്നെ ഒരുപാട് സൂറത്തുകളിൽ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബിത്വം ഇല്ലാത്ത മഹാന്മാരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സൂറത്തു ലുഖ്മാൻ. ലുഖ്മാൻ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. ലുഖ്മാനുൽ ഹക്കീം എന്നാണ് സാധാരണ പറയൽ. അദ്ദേഹം നബി ആയിരുന്നില്ല എന്നാണ്. പക്ഷേ അദ്ദേഹം വലിയ തത്വജ്ഞാനി, തത്വചിന്തകനായിരുന്നു. അതാണ് ഹക്കീം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അഥവാ മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഖുർആനിൽ ഒരു ഉദാഹരണം പറഞ്ഞത് നബി അല്ലാത്ത ഒരു മഹാനെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, സൂറത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ്. വേറെ ഉദാഹരണമാണ് മറിയം, സൂറത്തു മറിയം. മറിയം ബീവി അലൈഹിസ്സലാം നബി അല്ലല്ലോ, പെണ്ണുങ്ങൾ നബിയായി വന്നിട്ടില്ല. മറിയം ബീവിയുടെ കഥാചരിത്രം ആ സൂറത്തിലും പറഞ്ഞിട്ടുണ്ട്, മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മഹദിയുടെ പേരിലൊരു സൂറത്ത് തന്നെ ഉണ്ട് ഖുർആൻ്റെ മധ്യത്തിൽ. അൽ കഹ്ഫ് കഴിഞ്ഞാൽ കഫായ ഐൻ സാദ്. വേറെ സ്ഥലത്തുണ്ട്. ലോകത്തുള്ള സകല വിശ്വാസികൾക്കും മാതൃകാ വനിതയായി ഒന്ന് ഖുർആൻ ഉയർത്തിക്കാട്ടിയത് മറിയം ബീവിയെയാണ്, നബിയല്ല. ومريم ابنة عمران إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. മറിയം ഇബ്നത്തു ഇമ്രാൻ. സൂറത്ത് ആല ഇമ്രാനിലും അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇത് ഖാലത്ത് ഇമ്രഅത്തു ഇമ്രാന എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ അപ്പോൾ ഞാൻ വിശദീകരണങ്ങളിൽ കിടക്കണില്ല. സൂറത്ത് ആല ഇമ്രാനിൽ ഇത് ഖാലത്ത് ഇമ്രഅത്തു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി എന്ന് തുടങ്ങി കുറേ ആയത്തുകൾ അവരെ സംബന്ധിച്ചാണ് പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കഥ സൂറത്തു ഖസസിൽ പറയുന്നിടത്ത് ഒരു മഹാനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹവും നബിയല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് 800-900 കിലോമീറ്റർ തെക്കു ഭാഗത്തുള്ള യമനിലുണ്ടായിരുന്ന അഥവാ ഷീബ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ബിൽഖീസ് റാണിയുടെ സിംഹാസനം തൽക്ഷണം ഹാജരാക്കേണ്ട താല്പര്യമുണ്ടായി, ആഗ്രഹമുണ്ടായി. സുലൈമാൻ നബി ദർബാറിൽ വിളംബരം ചെയ്തു, ആരാ അവരുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവരിക? ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഒരു ശക്തനായ ജിന്ന് പറഞ്ഞു, ഈ സദസ്സ് പിരണീന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. രാവിലെ സദസ്സ് തുടങ്ങിയ ഉച്ചക്കാ തീരുക. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് പോരാ, അതിനേക്കാൾ ലൈറ്റ്നിങ് ആയി പെട്ടെന്ന് കിട്ടണം, തൽക്ഷണം കിട്ടണം. ഇവിടെ വേറെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതിങ്ങനെ ഈ വായി തോന്നിയത് പറയാൻ തോന്നും വിശ്വാസമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ. എങ്ങനെ 800-900 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സിംഹാസനം ഇവിടെ കൊണ്ടുവരിക? നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾക്കൊക്കെ സംശയാസ്പദമാണ് ഇത്തരം കാര്യങ്ങൾ. എങ്ങനെ ഇപ്പോൾ അതുണ്ടാവുക? സുലൈമാൻ നബി പറഞ്ഞു, അങ്ങനെ എനിക്ക് ഇതിനേക്കാൾ വേഗം കിട്ടണം. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك.
ഇവിടെയാണ് നബി അല്ലാത്ത ഒരു മഹാനെ സംബന്ധിച്ച് ഖുർആൻ അനുസ്മരിക്കുന്നത്. വലിയ ദിവ്യജ്ഞാനമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അന ആതീക ബിഹി, ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം, ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, അങ്ങ് കണ്ണടച്ച് തുറക്കും മുമ്പ്. അത് പറയുമ്പോഴേക്ക് ഈ സമയം കഴിഞ്ഞല്ലോ. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക എന്ന് പറയുന്ന നേരം കൊണ്ട് 3-4 പ്രാവശ്യം കണ്ണിമക്കാൻ കഴിയും, കണ്ണടച്ച് തുറക്കാൻ കഴിയും. ആ സമയം കൊണ്ട് വരും ചെയ്തു. فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. ഇനി കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ളൊരു ഖുർആൻ പരിഭാഷ ഉണ്ടാവുമല്ലോ, എടുത്ത് നോക്കണം സൂറത്ത് ഖസസിൽ. അപ്പം അമ്പിയാക്കന്മാരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ അനുസ്മരണങ്ങളുണ്ട്. പിന്നെ വേറെയും കുറേ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ ഫിർഔനും അനുയായികളും സംഘവും ഗൂഢാലോചന നടത്തി. മൂസാ നബിയെ തൽക്ഷണം രക്ഷപ്പെടുത്താൻ വരുന്നത് ഒരു നബി അല്ലാത്ത ഒരാളാണ്. ഖാല റജുലുൻ മിൻ വജാഅ റജുലുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു وجاء رجل من أقصى المدينة يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين. മൂസാ നബിയെ കൊല്ലാൻ ഫിർഔന്റെ കൊട്ടാരത്തിൽ ഗൂഢാലോചന നടത്തുക. മൂസാ നബി പുറത്തൊരു സ്ഥലത്താണ്, അവിടെ ഒരാൾ വരികയാണ്. അദ്ദേഹത്തെ ഖുർആൻ അനുസ്മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മഹത്വം അപദാനം പ്രകീർത്തിക്കുന്നു. ഒരു സ്ഥലത്തല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ ഖുർആനിൽ. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ, അദ്ദേഹം വന്ന് മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക്, കൊട്ടാരം നിങ്ങളെ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തുകയാണ്, അതുകൊണ്ട് ഉടനെ നാട് വിടണം, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. കേട്ടപാടെ മൂസാ നബി നാട് വിടുകയാണ്, മദിയനിലേക്ക് പോവാം. ഈജിപ്തിൽ നിന്ന് കുറേ അകലെയുള്ള വേറെ ഒരു സാമ്രാജ്യമായി നിലകൊണ്ടിരുന്ന മദിയനിലേക്ക്. വലമ്മ തവജ്ജഹ തിൽഖാ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ. അങ്ങനെ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ നമ്മൾ പോകുന്ന മക്കത്തേക്ക് 75 കിലോമീറ്റർ പോകാനും നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തുമല്ലോ. തൽക്ഷണം വിവരം കിട്ടി ഉടനെ വിടുക, അന്യനാട്ടിലേക്ക് പോവുകയാണ്. ഒന്നുമില്ല, ഒരു മസാപ്പി കുപ്പി പോലുമില്ല. അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ ഞാൻ അങ്ങനെ പോവുകയാണ്, നിൻ്റെ മാർഗദർശനം ഉണ്ടാകണം. അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ. ഇങ്ങനെ മഹാന്മാരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ പിൽക്കാലക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാനുണ്ടാകും, ശ്രോതാക്കൾക്ക് ഉൾക്കൊള്ളാനുണ്ടാകും, അവരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ അവ സഹായകമായിരിക്കും. അതുകൊണ്ടാണത് പുണ്യമായി തീരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എം ബഷീർ മുസ്ലിയാർ, പിന്നെ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ഇങ്ങനെയാണ് ഇവരുടെ മരണത്തിൻ്റെ ക്രമം. എം ബഷീർ മുസ്ലിയാർ ദാറുൽ ഹുദ 1986 ജൂണിൽ തുടങ്ങി 7 മാസമാകുമ്പോൾ അദ്ദേഹം വഫാത്താകാണ്. ജുമാദൽ ഊലായിൽ 1407 ഹിജ്റ. പഴയ ഷുഗർ രോഗിയായിരുന്നു. അതോടനുബന്ധിച്ച് കുറേ രോഗങ്ങളൊക്കെ ആയി. എന്നാലും അദ്ദേഹം ദാറുൽ ഹുദ എന്ന ഒരാശയം മനസ്സിൽ കൊണ്ടു നടന്ന് അവസാനം ഈ പറഞ്ഞ ഡേറ്റിന് 1986 ജൂൺ 26 ദാറുൽ ഹുദയിൽ പഠനം തുടങ്ങി. നേരത്തെ ഇവിടെ അബ്ബാസ് ഹുദവി സ്വാഗതം പറഞ്ഞപ്പോൾ ഫസ്റ്റ് ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ ഒരിക്കൽ കണ്ടു എന്ന് പറഞ്ഞല്ലോ. കുട്ടികളെ അഭിമുഖീകരിച്ചതാണ്. അപൂർവമായി അദ്ദേഹം ദാറുൽ ഹുദയുടെ മറ്റു പ്രവർത്തകന്മാരും നേതാക്കന്മാരുമായി ബന്ധപ്പെടുകയും ആളുകൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്.
ഈ ദാറുൽ ഹുദ തുടങ്ങിയ ആദ്യ മാസം തന്നെ നമ്മുടെ മറ്റൊരു സ്മര്യ പുരുഷനായ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയും ഞാനും അവിടെ അങ്ങനെ പാടത്ത് മണ്ണിടുന്നിടത്ത് ഇങ്ങനെ നടക്കുക. അപ്പോൾ ദാറുൽ ഹുദയുടെ പുരോഗതിയെ സംബന്ധിച്ച് കുറേ കാര്യം ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തു. വേറെ ആരും ഞാൻ പുറത്ത് നടക്കുകയാണ്. അപ്പോൾ ഔട്ടേജ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറയും ബഷീറിലുണ്ടല്ലോ, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ അകാല മരണം എന്ന് പറയുമല്ലോ, പിന്നെ സകാല മരണം, മരിക്കാനാണ് പ്രായം, അങ്ങനെയൊന്നും നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്കനുസരിച്ച് അങ്ങനെ ഒരു മരണം പ്രതീക്ഷിക്കപ്പെടുന്ന പ്രായമായിട്ടില്ല. അദ്ദേഹത്തിന് 57 വയസ്സായിട്ടുള്ള മരിച്ചപ്പോൾ. അപ്പോൾ അത് വെച്ച് ഞാൻ പറഞ്ഞു ബഷീറിലുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് നമുക്ക് നേതൃത്വം നൽകാനും മാർഗ്ഗദർശനം നൽകാൻ. അപ്പോൾ ബാപ്പുട്ടിജി പറഞ്ഞു ബഷീർ മുസ്ലിയാരെ അസ്തിത്വം ഒരു 6 മാസത്തിലധികം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. 6 മാസത്തിനുള്ളിൽ മുമ്പ് മരിക്കുമെന്ന് വ്യംഗ്യ ഭാഷ്യം വേറെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ആ ശവ്വാൽ മുതൽ കഴിഞ്ഞ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊലയിൽ മരിക്കുകയാണ്. 6 മാസം. ബാപ്പുട്ടി ഹാജിയുടെ കുടുംബം അങ്ങനെ ഒരു വൈദ്യ കുടുംബമായിരുന്നു. പരമ്പരാഗതമായി വലിയ വൈദഗ്ധ്യമുള്ള കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാപ്പ കുഞ്ഞാലൻകുട്ടി വൈദ്യർ നല്ല കുറിക്കുകൊള്ളുന്ന ചികിത്സയും വൈദ്യശാസ്ത്രത്തിലുള്ള കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനും അവരുടെ പിതാവിനും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സുദീർഘമായൊരു നേതൃത്വം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഷീർ മുസ്ലിയാരെ സംബന്ധിച്ച് ദാറുൽ ഹുദയുടെ മറ്റു പ്രവർത്തകന്മാരൊക്കെ വെച്ചു പുലർത്തിക്കൊണ്ടിരുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ ഖദാവും ഖദറും അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ദാറുൽ ഹുദ തുടങ്ങി 7 മാസം പൂർത്തിയാവുന്നതിന് ഉള്ളിലായിട്ട് ബഷീർ മുസ്ലിയാർ വഫാത്തായിപ്പോയി. അള്ളാഹു മഹാൻ അവരുടെ പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആളുകൾ ചരിത്രപുരുഷന്മാർ എന്ന് അനുസ്മരിക്കപ്പെടാറുണ്ട്. ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഭാഗധേയങ്ങൾ നിർണ്ണയിച്ച ആളുകൾ, വഴിത്തിരിവുകൾ വെട്ടിത്തെളിച്ച ആളുകൾ, ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചൊക്കെയാണ് സാധാരണ ചരിത്രപുരുഷന്മാർ എന്ന് പറയാറുള്ളത്. ഇവിടെ 3 ആളുകളെ കുറച്ചിങ്ങനെ അടുത്തിരിക്കണത് നല്ലതാണ്. അത് ഖുർആനിലൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സദസ്സുകൾ വിപുലീകരിക്കേണ്ടി വന്നാൽ നിങ്ങളത് ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. കസാല നീക്കിയത് ഇങ്ങനെ അലങ്കോലപ്പെട്ടുകൊണ്ടിരിക്കും. കൃത്യമായിട്ട് ഒരടി 1 ഇഞ്ച് 2 ഇഞ്ച് 4 ഇഞ്ച് മുന്നോട്ട് നീക്കാൻ പറ്റുമെങ്കിൽ നീക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. ആയിക്കോട്ടെ. അപ്പോൾ ഈ ചിന്താഗതി തുടങ്ങുന്നത് ഏകദേശം ഞാൻ കൃത്യമായി പറഞ്ഞാൽ 1977 സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുകയാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ മഹല്ലുകൾ ഏകീകരിക്കാൻ, ക്രോഡീകരിക്കാനുള്ളൊരു സംവിധാനം, പ്ലാറ്റ്ഫോം, അതാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള മഹല്ലത്തുകളുടെ സംഗമം അല്ലെങ്കിൽ പൊതുവേദി. അതിന് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഷാവറ എപ്പോഴെങ്കിലും സമ്മേളിക്കും. 1 മാസത്തിൽ 2 മാസത്തിൽ 3 മാസത്തിലൊക്കെ. അതിന് നേരെ താഴെ ഉള്ള കീഴ്ഘടകമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതും എല്ലാ മാസവും ഒരു 2ാമത്തെ ശനിയാഴ്ച അതിൻ്റെ മീറ്റിംഗ് ചേരും. അതിന് മദ്രസകളുടെ കാര്യങ്ങൾ തന്നെ ആലോചിക്കാൻ സമയം മതിയാവില്ല ആ യോഗം. ഇക്കഴിഞ്ഞ 2ാം ശനിയിൽ യോഗം ഉണ്ടായിരുന്നു. അജണ്ടയിൽ നിശ്ചയിക്കപ്പെട്ട കാര്യമൊക്കെ ഏകദേശം അവസാന ഭാഗം എത്തിയപ്പോഴേക്ക് നേരെ 2:15 2:30 മണിയായി. വയസ്സായ അവസ്ഥാന്മാരുള്ള കുറേ ഷുഗറുള്ളവരായിരിക്കും. ഷുഗറുള്ളവർക്ക് ഇങ്ങനെ ഈ ചോറ് കഴിക്കാൻ നേരം വൈകിയാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ.
കുറേ കാര്യങ്ങൾ അടുത്ത യോഗത്തിലേക്ക് മാറ്റിവെച്ചിട്ടാണ് ഈ യോഗം പിരിഞ്ഞത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എന്നല്ലാതെ പൊതുവിൽ മഹല്ലുകളുടെ അടിസ്ഥാനങ്ങളിൽ ആവശ്യമായ ദീനീ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും അതിന് രൂപഭാവങ്ങൾ നൽകാനും അത് പ്രയോഗവൽക്കരിക്കാനൊക്കെയുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല 1977 വരെ. ഇതുണ്ടായപ്പോഴാണ് മഹല്ലടിസ്ഥാനത്തിൽ അതിന് ഇന്ന് അൽഹംദുലില്ലാഹ് ജില്ലാ കമ്മിറ്റി ഉണ്ട്, പിന്നെ താലൂക്ക് കമ്മിറ്റി ഉണ്ട്, ചിലയിടങ്ങളിലൊക്കെ മണ്ഡലം കമ്മിറ്റികളുണ്ട്. ആ മണ്ഡലത്തിലുള്ള അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റികൾ, ആ പഞ്ചായത്തിലുള്ള മഹല്ല് കമ്മിറ്റികളുടെ പ്രതിനിധികൾ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയായി രൂപം കൊള്ളും. അപ്പോൾ നമ്മുടെ നാട്ടിലെ മഹല്ലത്തുകളിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിമിത്തമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ് സുന്നി മഹൽ ഫെഡറേഷൻ. മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ. അപ്പോൾ ഈ ലെവലിൽ ഈ പ്ലാറ്റ്ഫോമിൽ അവരിങ്ങനെ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയപ്പോൾ മഹല്ലുകളുടെ ഉത്കർഷം, പുരോഗതി, മഹല്ലുകളിലുള്ള മദ്രസകൾ, ദർസുകൾ, മറ്റ് യതീംഖാനകൾ, ബോർഡിംഗ് മദ്രസകൾ, അതുപോലെ മഹല്ലുകളിൽ കഴിഞ്ഞ് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഗാർഹികമായ, സാമൂഹികമായ, സാമുദായികമായ, കുടുംബപരമായ, സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ ശക്തിയായി ചർച്ചാവിധേയമായി. വേറൊരു പ്രധാന ഭാഗം പരാമർശിക്കേണ്ടുള്ളത് അന്ന് ഗൾഫിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയ കാലമായിരുന്നു 1975 ശേഷം. നമുക്കൊക്കെ അറിയാം, പഴയ ആൾക്കാർക്കൊക്കെ. കേരളത്തിലെ പണ്ഡിതന്മാരുടെ നിലവിലുണ്ടായിരുന്ന വൈജ്ഞാനികമായ അവസ്ഥയും 75 ശേഷം ഉണ്ടാകാൻ പോകുമായിരുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ചും അന്ന് അവർ ദീർഘദർശനം ചെയ്തു. 75 മുമ്പ് അറബികൾ ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. അത്യപൂർവമായി ഏതെങ്കിലും ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. കുവൈത്തിൽ നിന്ന് ആദ്യം വരാൻ തുടങ്ങിയത് കേരളത്തിൽ നിന്ന് എൻ്റെ ഓർമ്മ. കുവൈത്തിലുള്ള മലയാളികൾ നേരത്തെ എത്തിയിരുന്നു. അപ്പം അതങ്ങനെ ഇൻക്രീസായി വിപുലീകൃതമായി വരുമ്പോൾ ഗൾഫ് നാടുകളും കേരളവും ഭൂമിശാസ്ത്രപരമായി അടുത്തു വരും. അറബികളുമായി ആശയവിനിമയം നടത്താൻ, അറബികളുടെ സഹായ സഹകരണങ്ങൾ ദീനീ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ, കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന മുസ്ലിമീങ്ങൾക്ക് ദീനുമായും അറബി ഭാഷയുമായും ഒക്കെ ഉള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഒക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവർ നേരത്തെ ചിന്തിക്കാൻ തുടങ്ങി. പക്വതയും പാകതയും ഒക്കെയുള്ള നേതാക്കന്മാരുടെ ലക്ഷണമാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ദീർഘദർശനം. 10 കൊല്ലം കഴിഞ്ഞാൽ, 15 കൊല്ലം കഴിഞ്ഞാൽ, 20 കൊല്ലം കഴിഞ്ഞാൽ, 50 കൊല്ലം കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വിദ്യാഭ്യാസപരമായി, സാമുദായികമായി, സാംസ്കാരികമായി, നാഗരികമായി, കുടുംബപരമായി എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ആലോചിച്ചാൽ കുറേ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ദീർഘദൃഷ്ടിയോടുകൂടി ജീവിക്കണം എന്നാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുൻകാല പ്രവാചകന്മാരുടെയും പിൽക്കാലത്തുള്ള സഹാബിമാരുടെയും ഒക്കെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാൻ സാധിക്കും. വരാൻ പോകുന്ന സാഹചര്യങ്ങളെയും അവസ്ഥകളെയും അഭിമുഖീകരിക്കാനുള്ള ഇസ്തിഅദാദ്, പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ ഒട്ടകത്തിന് നേരത്തെ റെഡിയാക്കിയിരുന്നല്ലോ. ഇതിൻ്റെ ആവശ്യം? അതിന് മുമ്പ് വിദേശയാത്ര അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യാത്ര അല്ലെങ്കിൽ ദേശാന്തര യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടായപ്പോൾ ബുറാക്കിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് പടച്ചോൻ. ബുറാക്കിനെ ഇറക്കി കൊടുത്ത പടച്ചോനുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഒട്ടകം വാങ്ങണമെന്ന് നബി ചിന്തിച്ചിട്ടില്ല. കാരണം രണ്ടവസ്ഥ, രണ്ട് പശ്ചാത്തലമാണ്. വാനലോകത്തേക്ക് പോകാനുള്ള ആ യാത്ര നബി പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നബി ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ രാത്രി രാക്കുരാമാനം പെട്ടെന്ന് മലക്കുകൾ വന്ന് ഓപ്പറേഷനൊക്കെ നടത്തിയിട്ട് ബുറാക്കിനെ ഇറക്കി കൊടുക്കുകയാണ്, ഇതിൻ്റെ പുറത്ത് കയറിയാൽ മതിയെന്ന്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അങ്ങനെയല്ല, അത് വ്യക്തികൾ ചെയ്യുന്ന യാത്രയാണ്. അതിന് മുമ്പ് സഹാബികൾ പോയിരുന്നു, അബ്സീനിയയിലേക്ക് പോയിരുന്നു. അവർ കപ്പൽ കയറി പോയി. ഇവിടെ വന്നിട്ടുണ്ടാവും.
മക്കയിൽ നിന്ന് ഇവിടെ വന്നാലേ കടലുള്ളല്ലോ. ഇവിടെ വന്നിട്ട് അവർ അബ്സീനിയയിലേക്ക് പായക്കപ്പൽ കയറിയിട്ടാണ് പോയത്. മടങ്ങി വന്നതും പായക്കപ്പൽ തന്നെ. 2ാം പ്രാവശ്യം അബ്സീനിയയിലേക്ക് ഹിജറ ചെയ്തു, അതും അങ്ങനെ തന്നെ. അപ്പോൾ ഇസ്രാ മെഹറാജ് പോയത് വേറെ പശ്ചാത്തലമാണ്, വേറെ സംഭവമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് വേറെ സംഭവമാണ്. അതിന് പ്രിപ്പറേഷൻ അവനവൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിനെ വാങ്ങി അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ വളർത്തി അതിന് പുല്ലും വെള്ളമൊക്കെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നുണ്ട് ഹിജറ, അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി ലോകാവസാനം വരെ വരാൻ പോകുന്ന സമൂഹത്തിന് ഒരു പാഠവും കൂടി നൽകണം. പറഞ്ഞു വന്നത് ദീർഘദൃഷ്ടിയാണ്. അന്ന് ഞാൻ ചെറുപ്പക്കാരനായിരുന്നെങ്കിലും പല അനുകൂലമായ പല ഘടകങ്ങളുണ്ടായപ്പോൾ അവരോട് ആ ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പം അന്ന് ബഷീറുള്ളീർ പറഞ്ഞിരുന്നത് നമ്മളെ നാട്ടിലുള്ള ഉസ്താദന്മാർക്ക് ഇവിടുന്ന് കയറി പരപ്പനങ്ങാടിൽ നിന്ന് വണ്ടി കയറി കോയമ്പത്തൂരിലെത്തിയാൽ പിന്നെ സംസാരിക്കാൻ കഴിയില്ല, മലയാളം എല്ലാത്തൊന്നും അറിയില്ല. അത് അവരുടെ ഒരു ഐബല്ല, അവരെ കുറ്റമല്ല അത്. കാരണം അങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതിയാണ് അവർ പഠിച്ചിരുന്നത്, പ്രയോഗവൽക്കരിച്ചിരുന്നത്. ഇനി 2 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ അറബികൾ ഇവിടെ വരാൻ തുടങ്ങും, ഇവിടെയുള്ളവർ അറേബ്യയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആശയവിനിമയങ്ങൾ അനിവാര്യമായി വരുന്നുണ്ട്. അതിന് പറ്റിയ പണ്ഡിത തലമുറയെ തയ്യാറാക്കണം, ഇതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള സാമുദായിക പശ്ചാത്തലത്തിൽ പെട്ടെന്ന് അതിനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം പള്ളി ദർസിൽ അത് നടന്നു വന്നിരുന്നു. പള്ളി ദർസാണ് ഒരു ഉസ്താദും 20 കുട്ടി 30 കുട്ടി 50 കുട്ടി എത്ര കുട്ടിയാച്ചാൽ അത്രയും കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഈ വിധത്തിലുള്ള ഒരു വലിയ എടുത്തുചാട്ടമാണിത്. മതവിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു വിപ്ലവകരമായ എടുത്തുചാട്ടമാണ്. എങ്ങനെയാണ് കഴിയുക? സുന്നി മാൽ ഫെഡറേഷൻ 77 രൂപീകൃതമായി 2 കൊല്ലം 3 കൊല്ലക്കാലം അതിൻ്റെ ചർച്ചകൾ നടന്ന അവസാനം മാതൃകാ ദർസ് എന്ന് പറഞ്ഞാൽ ഒരു ദർസ് ഉണ്ടാക്കാൻ തീരുമാനമായി. മാതൃകാ ദർസ് പറഞ്ഞാൽ അതുവരെ നടന്നു വന്നിരുന്ന ദർസുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട്. അതിൻ്റെ പ്രധാന വ്യത്യാസം അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകൾ അവിടെ പഠിപ്പിക്കുക എന്നുള്ള. ദർസിൽ പഠിപ്പിക്കപ്പെടുന്ന മറ്റ് കിതാബുകൾ. ആദ്യമായി ഈ ദർസ് തുടങ്ങിയത് മലപ്പുറം ജില്ലയിലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. لا حول ولا قوة إلا بالله. هيا على الصلاة. لا حول ولا قوة إلا بالله. هيا على الفلاح. لا حول ولا قوة إلا بالله. هيا على الفلاح. لا حول ولا قوة إلا بالله. الله أكبر الله أكبر الله أكبر. لا إله إلا الله.
لا إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة سيدنا والدرجة الرفيعة وبعثه مقام محمود الذي بسم الله. കോട്ടക്കലുള്ള സാഹിബിൻ്റെ പള്ളി എന്നൊരു പള്ളിയുണ്ട് അവിടെ. വയസ്സന്മാരുടെ ഭാഷയിൽ സാഹിബിൻ്റെ പള്ളി, ചെറുപ്പക്കാരുടെ ഭാഷയിൽ ടൗൺ പള്ളി. അവിടെയാണ് 1980 അവസാനം സുന്നി മഹൽ ഫെഡറേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃകാ ദർസ് തുടങ്ങിയത്. കടലുണ്ടിയിലുണ്ടായിരുന്നു, നെടിയിരുപ്പ് കോളനിയിലുണ്ടായിരുന്നു, പിന്നെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ആ ദർസുകൾ തുടങ്ങിയിരുന്നു. നീട്ടി പറയാൻ സമയമില്ല. ഇവിടെയൊക്കെ ഈ നേരത്തെ പറഞ്ഞ അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. അതാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരിക ക്ലാസ് എടുക്കാൻ അറബി ഭാഷ. കാരണം അറബി ഭാഷ എന്ന നിലയ്ക്ക് പള്ളി ദർസിൽ നിലവിലുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷും ഉറുദും പിന്നെ തീരെയില്ലല്ലോ. അപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നടുവിരിപ്പിലേക്ക് അല്ലെങ്കിൽ കടലുണ്ടിയിലേക്ക്, വേങ്ങരയിലേക്ക്, പിന്നെ കോട്ടക്കലേക്കൊക്കെ ഈ ഭാഷകൾ എടുക്കാൻ സ്പെഷ്യൽ അധ്യാപകന്മാർ പോകും. ബാക്കിയുള്ള സ്ഥിരം മുദരിസ്മാർ അവിടെ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പാഠ്യ പദ്ധതി തയ്യാറാക്കുന്നതിലൊക്കെ അതിൻ്റെ ബ്രെയിനായി വർത്തിച്ചത് ബഷീർ മുസ്ലിയാർ തന്നെയായിരുന്നു. അങ്ങനെ 2-3 കൊല്ലം അതിങ്ങനെ ഓടിയപ്പോഴത് പ്രായോഗികമല്ല എന്ന് ബോധ്യമായി. പല കാരണങ്ങളാൽ. ഒന്നൊരു മഹലിന് പരിമിതി ഉണ്ടാവും. ഒരു മഹലിൽ 20, 25, 30 കുട്ടികളുടെ ദർസാണെങ്കിൽ അതിന് ചില കുട്ടികൾ പോവും. അപ്പ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗൾഫിക്ക് വിസ വന്നാൽ അതിങ്ങനെ വ്യവസ്ഥാപിതമല്ലാതെ കാര്യക്ഷമമല്ലാതെ മാത്രമേ നീങ്ങുകയുള്ളൂ എന്ന് ബോധ്യമായി. രണ്ടാമത് ഈ അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകൾ പഠിപ്പിക്കാൻ ഉസ്താദന്മാരെ, ടീച്ചർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുക, അയക്കുക എന്നുള്ളത് പ്രായോഗികമായി പ്രയാസമായി അനുഭവപ്പെട്ടപ്പോൾ ഇത് മുന്നോട്ട് പോകില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി. അതോടൊപ്പം തന്നെ അതൊരു വ്യവസ്ഥാപിതമായ കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന് ഏർപ്പാട് ചെയ്യണം എന്ന് അനുഭവത്തിലൂടെ പഠിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു കേന്ദ്രത്തിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കണം, എന്നിട്ട് അവിടെ ഈ പുതിയ പാഠ്യപദ്ധതി നടപ്പാക്കണമെന്ന ധാരണയിൽ നേതാക്കന്മാരൊക്കെ എത്തിച്ചേർന്നു. ചുരുക്കിയാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ചെമ്മാട്ട് ബാപ്പുട്ടേജിയായിരുന്നു അതിൻ്റെ തുടക്കം മുതൽ. അദ്ദേഹം മരിക്കുന്നതും വരെ സെക്രട്ടറി ആയിരുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ചെമ്മാട്ടൊരു സ്ഥാപനം ഉണ്ടാക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് ചിലർ വിചാരിക്കും. ഇന്നിപ്പോൾ അങ്ങനെയാണ്. എനിക്കങ്ങനെ അത്യാവശ്യം ഓടാനും ചാടാനൊക്കെ പറ്റിയാൽ എനിക്ക് തോന്നും എൻ്റെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടാക്കണം, അതിൻ്റെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഞാനാകണം. അങ്ങനെ ചിന്താഗതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ അതിന് പോയി സ്ഥലം നോക്കാൻ പോയിലൊക്കെ ഞാനുണ്ടായിരുന്നു. ഞാനൊരു ഹാദ്യമായിട്ട് സ്ഥലം എല്ലാം കൂടി ഇപ്പോൾ പറയണില്ല. അവസാനം പറ്റിയ സ്ഥലം എവിടെയും കാണാതെയായി. എന്തെങ്കിലും ഒരു അസൗകര്യം ഓരോ സ്ഥലത്തും ഉണ്ടാവും. ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, ചിലപ്പോൾ യാത്രാ സൗകര്യം പരിമിതമായിരിക്കും, ചിലപ്പോൾ സാമുദായികമായ അനുകൂല ചുറ്റുപാടുകൾ ഉണ്ടാവില്ല, മുസ്ലിം വീടുകളും മുസ്ലിം പോപ്പുലേഷനും ഇല്ലാത്ത സ്ഥലമായിരിക്കും. അവസാനം നേതാക്കന്മാരൊക്കെ നിരാശരായി ഇരിക്കണൊരവസ്ഥയിലെത്തി. കാരണം ഈ 10-12 കൊല്ലം നീണ്ടു നിൽക്കുന്നൊരു പാഠ്യപദ്ധതി അനുസരിച്ചൊരു സ്ഥാപനം സ്ഥാപിക്കണമെങ്കിൽ കുറേ സൗകര്യങ്ങൾ വേണമല്ലോ. നിരാശയുടെ ഒരു പോയിന്റിൽ അവിടെ എത്തി. അങ്ങനെയാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി 21-ാം നൂറ്റാണ്ടിലും ദീനിൻ്റെ ആരോഗ്യകരമായ അസ്തിത്വം ഉണ്ടാകാൻ വേണ്ടി ഒരു ഇൽഹാം എന്ന് പറയാം ബാപ്പുട്ടിയേജിയുടെ മനസ്സിലിട്ട് കൊടുക്കുക. ചെമ്മാട് മഹല്ലത്തിൽ തന്നെ 130 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പാടശേഖരമുണ്ട്. മാനിപ്പാടെന്ന് അതിന് പറയാം. അതറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ സരസിൽ. പണ്ട് അവിടെ കൃഷി ഉണ്ടായിരുന്നു. പണ്ട് ഏത്തം കജീരിയൊക്കെ വേറെ ആൾക്കാർക്ക് അറിയും. അങ്ങനെ ജലസേചനം നടത്തിയിരുന്ന സ്ഥലമാണ്. 1980-86 ദാറുൽ തുടങ്ങിയ കാലമായപ്പോഴേക്കൊരു 10-20-25 കൊല്ലമായിട്ട് കൃഷി നടക്കാതെ കിടക്കുക ഈ ഭൂമി. 130 ഏക്കർ. അപ്പോൾ അതിൽ കുറേ മണ്ണ് ഫില്ല് ചെയ്ത് പോയി. ഈ മണ്ണ് ഫില്ല് ചെയ്ത് പിന്നെ ഭൂമി ഉണ്ടാക്കണ ഈ തത്വശാസ്ത്രം പഠിപ്പിച്ചത് ദാറുൽ ഹുദ. ഇപ്പോൾ ദാറുൽ ഹുദയ്ക്ക് ബാപ്പുട്ടിയേക്ക് തോന്നുക നമുക്കിവിടെ അങ്ങനെ
മെയിൻ റോഡിൻ്റെ പക്കത്തന്നെ സ്ഥലം. റോട്ടിൽ നിന്ന് ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള ഒരു വരമ്പ്, വീതിയുള്ള വണ്ടി പോകാവുന്നൊരു ഉയർന്ന വരമ്പ്. പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ചുറ്റുഭാഗം ഒരു 10 അടിയോ 15 അടിയോ വീതിയിൽ മണ്ണുണ്ടാകുക. പിന്നെ തറയിലായാലും മണ്ണ് നിറക്കും വെള്ളം. അങ്ങനെ ഇതിലെങ്ങനെ പോയിട്ട് സ്ഥാപനത്തിലെത്താവുന്ന രീതിയിൽ ഉണ്ടാക്കാം എന്ന് ഒരാശയത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന് അങ്ങനെയാണ് വേനൽക്കാലത്തും വെള്ളം കെട്ടി നിന്നിരുന്ന സ്ഥലത്ത് ദാറുൽ 1983 ഡിസംബർ മാസം 25-ാം തീയതി ശിലാസ്ഥാപനം നടക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ കാരണം കൃഷി ചെയ്യാതെ ഇരിക്കുന്ന സ്ഥലമായപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പാലം കടന്നാൽ അവിടെ ഒരു ഓട്ട് കമ്പനി ഉണ്ട്. ആ ഓട്ട് കമ്പനിക്കാർ ഈ സ്ഥലം ഏതായാലും വെറുതെ എടുക്കല്ലേ എന്നാൽ അവർ ആ സ്ഥലം വാങ്ങിയിട്ടേന്ന് കുറേ മണ്ണ് കൊടുത്തു. പണ്ടേ അബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ മാതിരിയായി ഈ സ്ഥലം. കൃഷി നടത്താൻ പറ്റിയതല്ല. പിന്നെ വേനൽക്കാലത്ത് വെള്ളം കെട്ടിക്കണം, അതിൽ അതിശയോക്തിയില്ല. കൊടും വേനലിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായിരുന്നു അവിടെ. ഓട്ട് കമ്പനിക്കാർ മണ്ണെടുത്ത് കൊണ്ടുപോയതുകൊണ്ട്. അങ്ങനെ ഇവിടെ മണ്ണടിക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, നമ്പറല്ലാഹു മർക്കദ് അഹമ്മദ് തുടങ്ങിയ വലിയ വലിയ നേതാക്കന്മാരൊക്കെ വന്ന് തറക്കല്ലിട്ടു, മണ്ണടിക്കാൻ തുടങ്ങി. മണ്ണടിക്കാനും ഒരു കറാമത്ത് അല്ലാഹു തആല ദാറുൽ ഹുദക്ക് സംവിധാനിച്ച് വെച്ചിരുന്നു എന്ന് കൂട്ടത്തിൽ പറയാണ്. ദാറുൽ ഹുദ നിൽക്കുന്നിടത്ത് പാലം കടന്നാൽ പാറക്കടവ് അങ്ങാടി പറഞ്ഞ അങ്ങാടിയുണ്ട്. ഒക്കെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, ആ നാട്ടുകാർ. പാറക്കടവ് അങ്ങാടിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ ഒരു ഇറക്കങ്ങനെ ഇറങ്ങി ചെന്നാൽ അവിടെ ഒരു പാടശേഖരം, ഒരു വയലാണ്. ആ വയലിൽ ഒരു 8-10 ഏക്കർ സ്ഥലം ഇങ്ങനെ കുറേ പൊന്തി നിൽക്കുന്ന ഒരു പീഠഭൂമിയാണ്. അതിൻ്റെ ചുറ്റുഭാഗം ഈ 10 അടി താഴ്ചയിലായിട്ട് വയലിങ്ങനെ നിലനിൽക്കുക. അങ്ങനെ അല്ലാഹു തആല ഭൂമി അങ്ങനെ പഠിച്ചിരുന്നു. അപ്പോൾ ഈ 10 ഏക്കർ ഈ 10 അടി 12 അടി ഉയരത്തിൽ നിൽക്കുന്ന ആ വിശാലമായ സ്ഥലത്തുള്ള ഓരോ കർഷകൻ്റെ ആഗ്രഹം ആരെങ്കിലും ഈ മണ്ണൊന്നും എടുത്തു തന്ന് മറ്റേ പാടത്തിൻ്റെ ഒപ്പാക്കിയാൽ നന്നായിരുന്നേനെന്ന് അവരാഗ്രഹം. ദാറുൽ അങ്ങനെ മണ്ണടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആളുകൾ എല്ലാവരോടും വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, വിശാലമായ പാടാണ്, അതിൻ്റെ നടുവിൽ കുറേ പൊന്തിക്കണ സ്ഥലം. ആ മണ്ണുങ്ങളൊന്നും എടുത്തു തന്നാൽ നിങ്ങൾക്കും ഉപകാരമാണ് ഞങ്ങൾക്കും ഉപകാരമാണ്. സൗജന്യമായിട്ട് മണ്ണ് ആ പീഠഭൂമി ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് ദാറുൽ ഹുദയിലിട്ടു. വേറെയും പുറത്തുനിന്ന് മണ്ണ് വാങ്ങി. അങ്ങനെ 70,000 ലോഡ് മണ്ണ് ഫില്ല് ചെയ്ത ഭൂമിയാണ് ഇന്ന് നിങ്ങൾ കണ്ട ദാറുൽ ഹുദ. അപ്പോൾ ഈ മണ്ണെടുക്കൽ പ്രക്രിയ തുടങ്ങിയപ്പോൾ അന്ന് ജനങ്ങൾക്കത് അറിയില്ല. 35 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇവർ പണ്ട് ജനങ്ങൾ നൂഹ് നബിയോട് പറഞ്ഞ മാതിരി പറഞ്ഞു, അവിടെ ഈ തിരക്കേടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കുറച്ച് പിരാന്താൻ തോന്നുന്നുണ്ട്, പാടത്ത് കൊടുന്ന് മണ്ണിടുകയാണ്. നൂഹ് നബിയോട് അങ്ങനെ ആൾക്കാർ പറഞ്ഞ്, ഈ ഒരു തിരുവാടുള്ള ആളാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, പക്ഷേ എനിക്ക് പിരാന്താണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത്, ഈ കപ്പലുണ്ടാക്കണ മലൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണല്ലോ എന്ന് കാരണം പറഞ്ഞത്. കപ്പലുണ്ടാക്കൽ കടപ്പുറത്താണല്ലോ. എന്നിട്ട് അവസാനം പണിയൊക്കെ തീർന്നാൽ കുറേ ആൾ കൂടി ഏലൈസ എന്ന് പറഞ്ഞിട്ടൊക്കെ വലിച്ചിറക്കല വെള്ളത്തേക്ക് എന്നതുപോലെ. ബാപ്പുട്ടിയാജിയും കൂടുതലുള്ള ആൾക്കാരൊക്കെ ക്ഷമാപൂർവ്വം അതൊക്കെ കേട്ട് അൽഹംദുലില്ലാ ഇന്ന് കോടിക്കണക്കിന് ഉറുപ്പിക വിലയുള്ള, കോടിക്കണക്കിന് ഉറുപ്പിക എന്നല്ല, മലപ്പുറം ജില്ലയിൽ എവിടെ 20-25 ഏക്കർ ഭൂമിയുണ്ട് റോഡിൻ്റെ പക്കത്ത്. എയർപോർട്ടിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരെ, റെയിൽവേ സ്റ്റേഷൻ പരപ്പനങ്ങാടി 7 കിലോമീറ്റർ ദൂരെ, നാഷണൽ ഹൈവേ തലപ്പാറയിൽ 3 കിലോമീറ്റർ ദൂരെ, സ്റ്റേറ്റ് റോഡ് നേരെ മുമ്പിൽ കൂടെ, നല്ല ശുദ്ധമായ വായു, പച്ച പിടിച്ച സ്ഥലം, മുസ്ലിം പോപ്പുലേഷൻ ധാരാളമുള്ള മഹല്ല് ചെമ്മാട്. ഇങ്ങനൊരു സ്ഥലം മലപ്പുറം ജില്ലയിൽ എവിടെയും കിട്ടൂല. അത് വലിയൊരു അനുഗ്രഹമായി കടലുണ്ടിപ്പുഴേൻ്റെ പക്കത്തും. അപ്പോൾ ഇവിടെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ ഖുർആനിലൊരു ആയത്തുണ്ട്. നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്ക് നാം വഴി വെട്ടിത്തെളിച്ചു കൊടുക്കുക തന്നെ ചെയ്യും തീർച്ച എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ലനഹ്ദിയന്നഹും സുബുലനാ. അങ്ങനെ റോട്ടുമ്പോൾ അങ്ങോട്ട് എത്താനുള്ള ഒരു വരമ്പും ബിൽഡിങ്ങിൻ്റെ ചുറ്റുഭാഗം ഒരു 10-15 അടി മണ്ണിടുക എന്ന ആശയത്തിൽ നിന്ന് ഉടനെ തന്നെ വാപ്പുട്ടിയേക്ക് സ്വയം മാറുകയാണ്.
അത്ര പ്രയാസമൊന്നുമല്ല. ഈ ക്യാമ്പസ് ഒന്നായിട്ട് ഈ 20-25 ഏക്കറൊക്കെ നിറക്കാൻ കഴിയും, മണ്ണ് നിറക്കാൻ കഴിയും. അങ്ങനെയാണ് മണ്ണ് ഇടുന്നത്. അങ്ങനെയാണ് 70,000 ലോഡായത്. ഈ നിർമ്മാണത്തിൻ്റെ വിഷയം മാത്രമല്ല, അതിൻ്റെ എല്ലാ സ്ട്രക്ചറും അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ അധ്യാപന രീതി, അതിൻ്റെ ലക്ഷ്യം, അവിടുന്ന് പുറത്തു വരുന്ന പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി, അവർ നിർവഹിക്കേണ്ട ധർമ്മം, ഇതൊക്കെ വളരെ കർക്കശമായി എഴുതി രേഖപ്പെടുത്തിയിട്ടാണ് സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഇന്ന് അൽഹംദുലില്ലാഹ് 1986 തുടങ്ങി 88 ഫസ്റ്റ് ബാച്ച് പുറത്തു വന്നു. 12 കൊല്ലം ദാറുൽ ഹുദയിലെ പഠനം. അതിൻ്റെ 12ാം വാർഷികം നടത്തിയെന്ന് ബാപ്പുട്ടിയെ ചെയ്തൊരു പ്രസംഗമുണ്ട്. അതിൻ്റെ കേസറ്റ് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. ദുനിയാവിൻ്റെ നാനാഭാഗത്തും വരുന്ന കുട്ടികളോട് പഠിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ച ആളുകൾക്ക് അവിടെ പോയി പഠിപ്പിക്കാൻ കഴിയുന്ന അതിൻ്റെ ചുരുക്കം. അത് സാക്ഷാത്കൃതമായി, അള്ളാഹു സാക്ഷാത്കരിച്ചു. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ മേഖലകളിൽ ഹുദവികൾ സേവനം ചെയ്യുന്നു. കേരളത്തിന് പുറത്ത് വിദ്യാഭ്യാസ രംഗത്ത്, മതരംഗത്ത് ഒരുപാട് ഹുദവികൾ, മലയാളികളും അല്ലാത്തവരുമായ ഹുദവികൾ സേവനം ചെയ്യുന്നു. ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ഒരുപാട് രാഷ്ട്രങ്ങളിൽ, GCCകളിലൊക്കെ, മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, നേപ്പാളിൽ, മാൽദീവ്സിൽ, ഇവിടങ്ങളിലൊക്കെ അവർക്ക് ലഭിച്ച ഈ ഖുർആനും സുന്നത്തും ഈ ദീനീ വിദ്യാഭ്യാസവും കൈമുതലാക്കി അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹുദവികളുണ്ട്, പല തരം ക്ലാസ്. അതുപോലെ അന്താരാഷ്ട്ര പ്രശസ്തരായ പ്രഭാഷകന്മാർ ഹുദവികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഈ ഉദ്ദേശ്യശുദ്ധി കൊണ്ട് സുഗമമായി അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് എന്ന് അനുസ്മരിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ദാറുൽ ഹുദ തുടങ്ങി 7 മാസമാകുന്നതുവരെ തൻ്റെ ഭൗതിക സാന്നിധ്യം കൊണ്ടും പിന്നീട് തൻ്റെ ആത്മിക സാന്നിധ്യം കൊണ്ടും മഹാനായ MM ബഷീർ മുസ്ലിയാർ അവർ ദാറുൽ ഹുദക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പുട്ടി ഹാജിയും അങ്ങനെ തന്നെ. അദ്ദേഹം പണ്ഡിതനല്ലായിരുന്നു എന്ന് പറഞ്ഞു. പണ്ഡിതനല്ല എന്ന് പറഞ്ഞാൽ മുല്യരല്ല എന്നർത്ഥം. സാധാരണക്കാര ഭാഷയിൽ പറയുന്ന ഒരു പ്രയോഗമാണത്. മതപരമായ നല്ല കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നിന്ന് ആയുർവേദ ബിരുദം നേടിയ ആളാണ്. അതാ ഡോക്ടർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മരുന്നും വൈദ്യന്മാരെ കുറിച്ച് കൊടുക്കാറുണ്ട് നമ്മളെ നാട്ടിൽ. അപ്പോൾ ആൾക്കാരങ്ങനെ ഡോക്ടർ എന്ന് പറയൽ തുടങ്ങി. മൂപ്പർക്ക് ആ പേര് ഇഷ്ടമായിരുന്നില്ല. ആൾക്കാർ പിന്നെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളൊരു വട്ടപ്പേര് നൽകിയാൽ സമൂഹം എല്ലാവരും അങ്ങനെയാണ് നൽകുകയാണെങ്കിൽ പിന്നെ അതിനാണ് വഴങ്ങും എന്നതുപോലെ മൂപ്പരതിനെ പറ്റി ഖൈറും ഷർറും പറഞ്ഞിട്ടില്ല. മതപരമായി നല്ല കൃത്യമായ കണിശമായ പാണ്ഡിത്യം, അറിവ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് ബാപ്പുട്ടി ഹാജി അവർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും അങ്ങനെ തന്നെ, കുടുംബജീവിതവും അങ്ങനെ തന്നെ, കുടുംബ സംവിധാനവും അങ്ങനെ തന്നെ. സാമ്പത്തികമായി കഴിവുള്ള ആളായിരുന്നു. അത് സംബന്ധിച്ച് അതേ രീതിയിൽ തന്നെയായിരുന്നു സാമ്പത്തിക കാര്യങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ. സമൂഹത്തിൽ വലിയ അംഗീകാരമായിരുന്നു. അതൊക്കെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. അദ്ദേഹം വൈദ്യരായി രംഗത്തിറങ്ങിയ ഉടനെ ആ കാലത്തൊക്കെ വൈദ്യന്മാർ വീടുകളിലേക്ക് അങ്ങോട്ട് ചെല്ലുന്ന കാലമാണ് ചികിത്സിക്കാൻ. അപ്പം പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. അത് സൈക്കിളിൽ ഓട്ടിയിട്ട് ആ പരിസരത്തുള്ള സ്ഥലത്തൊക്കെ പോയി ചികിത്സിക്കാൻ പോകും. ചികിത്സക്ക് അങ്ങനെ ഫീസ് വാങ്ങൂല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഇൽമ് ഫീസ് വാങ്ങാൻ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനാണ് എന്നുള്ള കൺസെപ്റ്റ് കാഴ്ചപ്പാട് പിന്നുണ്ടായതാണ്. അറിവ് പറഞ്ഞാൽ അറിവ് നേടുമ്പോൾ മനുഷ്യൻ്റെ മാനവികത ഉയർന്ന് വരും. അറിവുണ്ടാകുമ്പോൾ ആ അറിവ് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഉപയോഗപ്പെടുത്തണം. അതിനുള്ളതാണ് ഇൽമ്. വൈദ്യശാസ്ത്രമാണെങ്കിലും എൻജിനീയറിംഗ് ആണെങ്കിലും ബഹിരാകാശ ഗവേഷണമാണെങ്കിലും വിമാനമോട്ടലാണെങ്കിലും എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഈ കാഴ്ചപ്പാട് മാറിയിരിക്കുകയാണ്. മറിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ പലയിടത്തും സഞ്ചരിച്ചാൽ നല്ല വിമാനം ഓട്ടുന്ന ആൾക്കാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള വൈമാനികന്മാരായ പൈലറ്റുമാരായ ആളുകൾ വളരെ മതബോധമുള്ളവരായ ആളുകളായിട്ട്. എൻജിനീയർമാരെയും അറിയാം. നമ്മളെ നാട്ടിൽ SLC കഴിഞ്ഞാൽ അല്ലെങ്കിൽ PDC പറഞ്ഞാൽ +2 പാസ്സായവനെ പറയും വേണ്ട. എൻ്റെ മാതിരി ആരും ആളില്ലാന്ന് തോന്നല. പിന്നെ ഈ പള്ളി പോലെ മറസ് പോലെ
SOS പ്രവർത്തിക്കലൊക്കെ ഒരു കുറച്ചിലായിട്ട് തോന്നണം. ഞാൻ +2 ഉള്ള ആളല്ലേ, ഞാനിങ്ങനെ SOS പ്രവർത്തിക്കുക. ബാപ്പുട്ടിജി അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ദാറുൽ ഹുദ രൂപീകര ജന്മം കൊണ്ടതോടുകൂടി അദ്ദേഹത്തിന് തിരക്കുകൾ കൂടി. അങ്ങനെ അദ്ദേഹത്തിന് വൈദ്യശാല ഉണ്ട്, ഉള്ളാട്ട് വൈദ്യശാല. ഉള്ളാട്ട് പറഞ്ഞാൽ ഒരു വീട്ടുപേരാണ്. ബാപ്പുട്ടിയാജി പറഞ്ഞാൽ ഉള്ളാട്ട് ബാപ്പുട്ടിയാജി. കുഞ്ഞവറാൻകുട്ടി എന്നാണ് ശരിയായ പേര്, ആർക്കും അറിയില്ലത്. ബാപ്പുട്ടിന്ന് ഓരോ നമ്മളെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഓരോ ഏരിയകൾക്ക് ഓരോരോ പേരുണ്ട്. ചിലയിടത്ത് നാണി, ചിലയിടത്ത് ഇണ്ണി, അല്ലെങ്കിൽ ഉണ്ണി, അല്ലെങ്കിൽ ബാവ, കുഞ്ഞാവ. അപ്പോൾ ബാപ്പുട്ടി എന്നുള്ള പേരിൽ ചെറുപ്പത്തിൽ അങ്ങനെ വളർന്നു വന്ന് ആൾക്കാർക്കൊക്കെ അതേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ദാറുൽ ഹുദയുടെ ഈ സംഭവബഹുലമായ പ്രയാണത്തിനിടയിൽ ഈ വൈദ്യസേവനം ചെയ്യൽ നിർത്താൻ സ്വയം തോന്നി. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും മുഷാവറ ചെയ്യും. അങ്ങനെ ചില പണ്ഡിതന്മാരുമായൊക്കെ മുഷാവറ ചെയ്തപ്പോൾ നിർത്തണ്ട, അതൊരു ഇബാദത്താണ്, ഒന്നും പൈസ വാങ്ങൂല, അരിഷ്ടും ഗുളികയും കുഴമ്പും ലേഹമൊക്കെ ഉണ്ടാക്കാനുള്ള അതിന് ചിലവുണ്ടാവും. അത് ആ മരുന്ന് വാങ്ങുന്നിടത്ത് അതിൻ്റെ പൈസ കൊടുക്കാമെന്ന് മാത്രം, കൺസൾട്ടിങ് ഫീസ് ഇല്ല. അതിനെ ധാരാളം ആളുകൾ ദാറുൽ ഹുദയുടെ ആരംഭകാലത്തൊക്കെ അദ്ദേഹം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കുള്ളൂ, ആകെ 24 മണിക്കൂറിൻ്റെ ഇടയിൽ. അദ്ദേഹം വരുമ്പോഴേക്കും അവിടെ ധാരാളം ആളുകൾ പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ ഉപദേശം മാനിച്ചുകൊണ്ട് അദ്ദേഹം അത് നിർത്തിയില്ല, അവസാനം വരെ തുടർന്നു വന്നു. അതൊരു ഖിദ്മത്താണ്, മാനുഷിക സേവനമാണ് എന്ന നിലക്ക്. എല്ലാ ഇൽമിൻ്റെയും വാഹകന്മാരുടെ ചുമതല അത് സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. മൃഗവൈദ്യമാണെങ്കിലും അങ്ങനെ തന്നെ. മൃഗവൈദ്യം പഠിച്ചാൽ വെറ്റിനറി ഡോക്ടറായാൽ ജനങ്ങൾക്ക് എങ്ങനെ ഖിദ്മത്ത് ചെയ്യാൻ കഴിയുക? ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യണമെന്നില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ഖിദ്മത്ത് ചെയ്യുക. മൃഗങ്ങൾക്ക് രോഗം ഉണ്ടായാൽ നമുക്ക് രോഗം ഉണ്ടായാൽ തന്നെ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഒരു തരം പടപ്പത്തരല്ലേ മൃഗങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ അവയെ ചികിത്സിക്കാൻ ആണ് ഞാൻ വെറ്റിനറി ഡോക്ടറായിട്ടുള്ളത് എന്ന് ഒരാൾ നിയത്ത് ചെയ്തതനുസരിച്ച് ഫാമിലി ചെയ്ത് അവന് വലിയ പുണ്യമാണ്. വിമാനോട്ടലും അങ്ങനെ തന്നെ. നമുക്ക് നാട്ടിൽ നിന്ന് വരെ വിമാനത്തിൽ കയറണമല്ലോ. വിമാനം മുസ്ലിമീങ്ങൾ ഓട്ടിയാലും മൂല്യന്മാരോട്ടിയാലും തങ്ങന്മാരോട്ടിയാലും ഒക്കെ ഓടും. അതിന് അച്ചായനാണെന്നോ അല്ലെങ്കിൽ വെളുത്ത തൊലിയുള്ളവനാണെന്നൊന്നുമില്ല, ആരോട്ടിയാലും വിമാനം ഓടും. എല്ലാ വണ്ടിയും അങ്ങനെ തന്നെ. 2 ഏക്കറുള്ള സൈക്കിൾ ഓട്ടാനും അങ്ങനെ തന്നെയുള്ളൂ. അതറിയാത്ത ആളിങ്ങനെ നോക്കി, എങ്ങനെ ഇപ്പോൾ ഈ കുട്ടി സൈക്കിൾ ഓട്ടണ്, ആകെ 2 ഏക്കറല്ലേ ഉള്ളൂ. അതിന് പഠിച്ചാലൊരു വിഷയമല്ല, കൈ വിട്ട് സൈക്കിൾ ഓട്ടും കുട്ടികൾ, 10 വയസ്സായ കുട്ടികൾ. ഞാൻ പറഞ്ഞു വന്നത്, വിമാനം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പോൾ വിമാനത്തിൻ്റെ എഞ്ചിനീയറാകാനും വിമാനം ഓട്ടുന്ന പൈലറ്റാകാനും ഒക്കെ നമ്മൾ അതിന് വരണം. ഫർള് ഐനായി ഇസ്ലാം അത് കൽപ്പിച്ചതാണ്. 500-700 കൊല്ലം മുമ്പ് നമ്മളെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ടത്. സമൂഹത്തിന് ആവശ്യമുള്ള വിജ്ഞാനം എന്തൊക്കെയാണോ അത് മുഴുവൻ മുസ്ലിമീങ്ങൾ പഠിക്കണം എന്നാണ്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഏതെല്ലാം വിജ്ഞാന ശാഖകളുണ്ട് അത് മുഴുവൻ മുസ്ലിമീങ്ങൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു അന്യ സമൂഹത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. സ്വന്തം കാലമിൽ നിൽക്കേണ്ട സമൂഹമാണ് മുസ്ലിം സമൂഹം. അപ്പോൾ എത്ര വൈമാനികന്മാരുണ്ടാകണം? ഉദാഹരണം ചർച്ച ചെയ്തു പണ്ഡിതന്മാർ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്തിട്ടുണ്ട്. 700 കൊല്ലമായി. ആ കാലത്തുള്ള ചിലർ പറഞ്ഞു ഒരു വൈമാനികൻ ഒരു ഏരിയയിൽ ഒരു പ്രദേശത്തുണ്ടാകണം. ഉദാഹരണമാണ് വൈമാനികൻ, ഞാൻ എൻ്റെ വകയായിട്ട് പറയാം. വേറെ പണ്ഡിതന്മാർ ഒന്നെന്ന് നിശ്ചയിക്കാൻ പറ്റൂല. എത്ര വൈമാനികന്മാർ വേണമോ ആ കാലഘട്ടത്തിൽ അത്രയും ആളുകൾ ഉണ്ടാകുന്നത് ഫർള് ഐനാണ്, ഫർള് കിഫായയാണ്. സമൂഹത്തിൽ ആരെങ്കിലും കുറച്ച് ആളുകൾ പഠിച്ചിരിക്കണം. ഫർള് ഐന് പറഞ്ഞാൽ അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനവൻ അറിയേണ്ടതാണ് ഫർള് ഐന്. മറ്റേ ഫർള് കിഫായ. അപ്പോൾ ഇങ്ങനെ 5ഉം 6ഉം 7ഉം ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു വന്നത്, ആ രീതിയിലാണ് ബാപ്പുട്ടി ഹാജി വൈദ്യസേവനം ചെയ്തിരുന്നത്. പക്ഷേ അതിനേക്കാൾ പ്രധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകന്മാരുടെയും ഹൃദയത്തിൽ ഉദയം ചെയ്ത ഈ ആശയം. 2 വിദ്യാഭ്യാസവും നേടിയ ആളുകൾ സമൂഹത്തിലുണ്ടാകണം, വിശേഷിച്ച് ഇനി വരാൻ പോകുന്ന കാലത്ത്. ആ വിദ്യാഭ്യാസം ഉണ്ടായാൽ പോരാ, അത് മറ്റ് സമൂഹങ്ങൾക്ക് കൈമാറാനുള്ള ഭാഷാപരമായ ജ്ഞാനവും അവർക്കുണ്ടാകണം. അങ്ങനെയാണ് അറബി, ഉറുദു, ഇംഗ്ലീഷ് പ്ലസ്
പ്രാദേശിക ഭാഷ. പിന്നെ കണക്ക് സയൻസ്, സോഷ്യൽ സയൻസസ്, എക്കണോമിക്സ്, ജോഗ്രഫി, പിന്നെ ഖുർആൻ, ഹദീസ്, ഫിഖ്, ഉസൂൽ ഫിഖ്, അഖീദ, എല്ലാ വിഷയങ്ങളും സമന്വയിപ്പിച്ച ഒരു പാഠ്യപദ്ധതിയിൽ നിന്ന് പുറത്തു വരുന്ന പണ്ഡിതന്മാരുണ്ടാകണം എന്ന കാഴ്ചപ്പാടിൽ നമ്മുടെ പൂർവികന്മാരെത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ് സാക്ഷാത്കൃതമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. ഇന്ന് വിവിധ മേഖലകളിൽ ഹുദവി പണ്ഡിതന്മാർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള മുഴുവൻ പത്രങ്ങളിലുണ്ട് ഹുദവികൾ. മനോരമയിലും മാതൃഭൂമിയിലും സുപ്രഭാതത്തിലും ചന്ദ്രികയിലും മറ്റു പത്രങ്ങളിലൊക്കെ ഉണ്ട്. ടെലിവിഷൻ സർവീസിലുമുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, BBC-യിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അൽ ജസീറയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഖാദി, ഖത്തീബ്, മുദരിസ്, ഉസ്താദ്, മുഫ്തി ഒക്കെയായി പ്രഭാഷകന്മാർ, പ്രസംഗകന്മാരൊക്കെ ആയി വർക്ക് ചെയ്യുന്നവരുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശിലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹുദവിയുണ്ട്. ഹൈദരാബാദിലെ മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹുദവിയുണ്ട്, ഉസ്താദായിട്ട് സേവനം ചെയ്യാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഹുദവികളുണ്ട്. ഇപ്പോൾ ഒരു ഹുദവി യൂറോപ്പിലുണ്ട്, ലെയ്ഡൻ യൂണിവേഴ്സിറ്റി, ലോകപ്രസിദ്ധമായ വലിയ യൂണിവേഴ്സിറ്റിയാണ് ലെയ്ഡൻ യൂണിവേഴ്സിറ്റി, ആംസ്റ്റർഡാം. അവിടെ ഒരു ഹുദവി PhD പൂർത്തിയാക്കി അതിനനുബന്ധമായ ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നാട്ടിലുടനീളം നടന്ന പ്രഭാഷണം നടത്തുന്ന ഹുദവികളുണ്ട്. അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലൊക്കെ പ്രഭാഷണം നടത്തുന്നവരുണ്ട്. ഗൾഫിലുള്ള ഹുദവി ആഴ്ചതോറും നാട്ടിലേക്ക് വരിക പ്രഭാഷണത്തിന്. ആഴ്ചയിൽ 2 ദിവസം ലീവ്, വെള്ളിയും ശനിയും. അത് ശനിയാഴ്ച അവിടെ തന്നെ എൻഗേജ്ഡാണ് അബുദാബിയിൽ. ഒരു ദിവസത്തിന് വേണ്ടി എല്ലാ ആഴ്ചയും നാട്ടിലേക്ക് വരാം, അയാൾ പറയാൻ, പ്രസംഗിക്കാൻ, ദീനീ പ്രബോധനത്തിന്. ദീനീ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പണ്ട് കാലത്ത് അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് പള്ളിയിൽ കിതാബ് ചൊല്ലിക്കൊടുക്കല പ്രധാനമായിട്ട്. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ അർദ്ധ നൂറ്റാണ്ടിൽ 50 കൊല്ലത്തിനിടയിൽ വലിയ ശാസ്ത്രീയ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ലോകത്തുണ്ട്. 1950 ശേഷം ലോകത്ത് വിജ്ഞാന വിസ്ഫോടനം നടന്നു. അതിനേക്കാൾ ഏറെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനും ഇതുമായി സഹസഞ്ചാരം നടത്താൻ കഴിയണം. മുസ്ലിമീങ്ങളാണ്, അവർക്ക് ഈ ഭാഗത്തേക്കൊന്നും വരാൻ കഴിയില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് ലോകത്ത് മറ്റുള്ള ചില ആളുകൾക്കുള്ളത്. അങ്ങനെയല്ല. ലോകം ഏത് വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അതേ സാങ്കേതികതകളും അതേ ടെക്നോളജിയും അതേ പുരോഗതിയും അതേ നവമാധ്യമങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം. അൽഹംദുലില്ലാഹ് ചെറിയ രീതിയിലൊക്കെ ദാറുൽ ഹുദ ചെയ്തുകൊണ്ടിരിക്കുക. ദഅവത്ത് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ, CPET, സെൻറ്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, പൊതുവിദ്യാഭ്യാസ സംരംഭം, CPET എന്നാണ് അതിനെ പറയുക, സെൻറ്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. വിവിധ ക്ലാസ്സുകൾ അതിൻ്റെ കീഴിൽ നടക്കും. പ്രീ മാരിറ്റൽ കോഴ്സുകൾ, വിവാഹത്തിന് മുമ്പ് യുവതികൾക്കും യുവാക്കൾക്കുമൊക്കെ നൽകുന്ന ക്ലാസ്, കുടുംബജീവിതം ആരംഭിച്ച ശേഷമുള്ള ആളുകൾക്ക് ഫാമിലി ക്ലാസ്, അതുപോലെ വിദൂര ദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള കോഴ്സുകൾ, സർട്ടിഫിക്കറ്റുകൾ. 50 കൊല്ലം മുമ്പ് ഇങ്ങനെയുള്ള പഠിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അന്നത്തെ സാഹചര്യം അനുസരിച്ച് വയല് പ്രസംഗമൊക്കെ ഉണ്ടാവും, കാര്യമായ വയലുണ്ടാവും, 2 മാസത്തെ വയല്, 3 മാസത്തെ വയലൊക്കെ ഉണ്ടാവും അന്ന്. അതിലൂടെയാണ് ആളുകൾ മതവിദ്യാഭ്യാസം നേടിയത്. ഇന്ന് ആ കാലഘട്ടമൊക്കെ പോയി. ആ രീതിയിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് അപ്രായോഗിക രീതിയിലേക്ക് എത്തിയപ്പോൾ പ്രായോഗികമായ രീതികൾ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് ഇൽമ് കിട്ടൽ അത്യാവശ്യമുള്ളൂ. അങ്ങനെ ഇപ്പോൾ ചെമ്മാട്ടുള്ള ദാറുൽ ഹുദയിൽ നിന്ന് ആവിഷ്കരിക്കപ്പെടുന്ന CPET സംവിധാനത്തിലൂടെ ജിദ്ദയിലുള്ള നിങ്ങൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കുകയാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയാണ്. ഓൺലൈൻ സംവിധാനങ്ങൾ, ഇസ്ലാം ഓൺലൈൻ, islam.net പലതും അവിടെ ദാറുൽ ഹുദയിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഹാദിയ, ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ചെറുപ്പക്കാർക്ക്, +2 കഴിഞ്ഞ ചെറുപ്പക്കാർക്ക്, ഡിഗ്രി കഴിഞ്ഞ യുവാക്കൾക്കൊക്കെ വെവ്വേറെ ഇസ്ലാമിക അവബോധം നൽകുന്ന ക്ലാസ്സുകൾ നമ്മുടെ ഹുദവികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇതിനൊക്കെ തുടക്കം കുറിച്ചവരാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്ന മഹാനായ MM ബഷീർ മുസ്ലിയാർ, ഡോക്ടർ യൂബ പുട്ടി ഹാജി, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ആ കൂട്ടത്തിൽ
മരിച്ചത് ജുമാദൽ ഊലയിലല്ല. CH ഹൈദ്രോസ് മുസ്ലിയാരുടെയും പേര് അവിസ്മരണീയമാണ്. ബാപ്പുട്ടി ഹാജി, ഹൈദ്രോസ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, ഈ മൂന്നാളുകൾ ഒരു 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 മുക്കൂട്ട് മുന്നണിയായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. ഇവർ തമ്മിൽ കുറേ ശക്തമായ കണക്ഷനുകൾ ഉണ്ടായിരുന്നു. ബഷീർ മുസ്ലിയാർ ഹൈദ്രോസ് മുസ്ലിയാരും ദർസിൽ പഠിച്ചത് ഒപ്പാ, ബാക്കിയത്തിൽ പോയതും ഒപ്പാ, ബാക്കിയത്തിന് പഠിച്ചു വന്നതും ഒപ്പാ. പിന്നീട് അവർ ദർസ് നടത്തിയിരുന്ന ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു അങ്കുലി പരിമിതമായ കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്താണ് അവർ ജോലി ചെയ്തിരുന്നത്. ഹൈദ്രോസ് മുസ്ലിയാർ ഊരകത്ത്, ബഷീർ മുസ്ലിയാർ ചേറൂരിൽ. അങ്ങനെ നിരന്തരമായ സമ്പർക്കം, പതിറ്റാണ്ടുകൾ നീണ്ട സമ്പർക്കം ഇവർക്കിടയിലും ബാപ്പുട്ടി ഹാജിക്കിടയിലുണ്ട്. അങ്ങനെയാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു 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 പരിവർത്തനത്തിൻ്റെ മുൻനിരയിലെത്തുന്നത്. ബഷീർ മുസ്ലിയാർ 1987 മരണപ്പെട്ടു. ഹൈദ്രോസ് മുസ്ലിയാർ 1994 മരണപ്പെട്ടു. ബാപ്പുട്ടി ഹാജി 2003 മരണപ്പെട്ടു. ചെറുശ്ശേരി ഉസ്താദ് 2016 ഫെബ്രുവരിയിൽ മരണപ്പെട്ടു. ഉസ്താദിനെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി വലിയ ഒരു സമയവും സാഹചര്യങ്ങളുമൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ അത്യാവശ്യം. ഹൈദ്രോസ് മുസ്ലിയാരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് പ്രവൃത്തിയും ഇഖ്ലാസോടുകൂടി ഒരു ശതമാനം പോലും മറ്റു ദുരുദ്ദേശ്യമില്ലാതെ നിർവഹിച്ചിരുന്ന ആൾ. ഇവിടെ ഈ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച ആളുകളൊക്കെ അവരെ കൂടെ നടന്നിട്ട് ഒരു ബറ്റ് പോയാൽ, ചോറ് വയ്ക്കുന്നിടത്തൊരു ബറ്റ് പോയാൽ ആ ബറ്റ് എടുത്ത് തിന്നാൻ പഠിപ്പിക്കും, അദ്ദേഹം പരിശീലിപ്പിക്കും. ഒരു ഉദാഹരണം, എല്ലാ കാര്യങ്ങളിലും നേർക്കുനേരെ അതിന് മേൽനോട്ടം വഹിച്ച് നായകത്വം വഹിച്ച് കുട്ടികൾക്ക് മാർഗദർശനം നൽകി സ്വന്തം മക്കളെപ്പോലെ അവരെ വളർത്തിയെടുത്തിരുന്നു ഉസ്താദ് അവർകൾ. ഏറ്റവും അവസാനത്തെ ദിവസം പോലും ദാറുൽ ഹുദയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടായി എന്നതുകൂടി ഇവിടെ സ്മരണീയമാണ്. മരിക്കുന്നതിൻ്റെ ഒരു 2-3 മാസം മുമ്പ് സുഖമില്ലാതായി പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചെന്ന് ഇപ്പോൾ ഡോക്ടർമാർ സംസാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാലും സ്വന്തക്കാരങ്ങനെ ചെല്ലുമ്പോൾ രോഗിയും പറയാൻ ആഗ്രഹിക്കും, നമ്മളും ചോദിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ രോഗികൾ വരുമ്പോൾ സന്ദർശകർ വരുമ്പോൾ രോഗി സംസാരിക്കുമ്പോൾ കൂടെയുള്ള ആൾക്കാർ പറയും, ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഏറിയ മരിക്കുന്നില്ലുള്ളൂ, എനിക്കിപ്പോൾ തന്നെ 65 വയസ്സായി, 2 വയസ്സ് അധികമാണെന്നാണ് അന്ന് ഉസ്താദിന് മറുപടി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ലംഘിച്ചാൽ ഏറിയ മരിക്കുന്നില്ലുള്ളൂ, എനിക്കിപ്പോൾ തന്നെ 2 വയസ്സ് അധികമാണെന്നാണ് 65 വയസ്സായി എന്നർത്ഥം. 63 വയസ്സിലാണ് മുത്തനബി മരിച്ചത്. ഉമ്മത്തിൻ്റെ ആയുസ് 60-70 ഇടയിലെന്നുള്ള ഹദീസുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് 2 വയസ്സ് അധികമെന്ന് പറഞ്ഞത്. ആ രോഗം തുടങ്ങിയെന്ന് പെട്ടെന്ന് യാദൃശ്ചികമായി രോഗം തുടങ്ങി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അനങ്ങാൻ പാടില്ല, കുറച്ച് ദിവസം വിശ്രമം വേണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റില്ല, എനിക്കൊന്ന് കടുങ്ങല്ലൂർ പരിപാടിയുണ്ട്, പിന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 2-ാം ശനിയാഴ്ച, ഇന്ന് വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇതിങ്ങനെ ഒരു ജാടക്ക് അല്ലെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സ്മരണീക ഇറക്കുമ്പോൾ അതിൽ എഴുതാൻ വേണ്ടി പറയണതല്ല. അവസാനം പോകാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ ആ ഉത്തരവാദിത്വ ബോധം കടുങ്ങല്ലൂരിൽ ബീരാൻകുട്ടിയാച്ചിക്ക് വിളിച്ചു പറയണം. കടുങ്ങല്ലൂരാണ് കൊണ്ടോട്ടിൻ്റെ അടുത്താണ്. കൊണ്ടോട്ടിയിൽ നിന്ന് അരീക്കോട് റോഡിൽ 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ കീശ്ശേരി കഴിഞ്ഞിട്ട് 3 കിലോമീറ്റർ കഴിഞ്ഞുള്ള സ്ഥലമാണ് കടുങ്ങല്ലൂർ. NV ബീരാൻകുട്ടിയാച്ചിക്ക് വിളിച്ചു പറയണം, എനിക്കൊന്ന് പരിപാടിക്ക് വരാൻ കഴിയില്ല. നമ്മളാണെങ്കിൽ എത്ര ആൾ എങ്ങനെ ചെയ്യും ഈ വിഷയം? പരിപാടി നടക്കാർ കഴിഞ്ഞോട്ടെ, എനിക്ക് എൻ്റെ തടി സലാമത്തായി കിട്ടണമെന്നല്ലേ നമ്മളൊക്കെ ആലോചിക്കൽ. അപ്പോൾ പറഞ്ഞു വന്നത് അവസാനത്തെ ദിവസവും ദാറുൽ ഹുദയിൽ വന്നിട്ട് ജുമാ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ജുമാ കഴിഞ്ഞൊരു കുട്ടി പ്രസംഗിച്ചു. അവൻ്റെ പേര് ഫൈസൽ ബായാർ എന്നാണ്. കാസർഗോഡുള്ള ഒരു സ്ഥലമാണ് ബായാർ. ഫൈസൽ എന്നാണ് പ്രസംഗിച്ചു അവൻ്റെ പേര്. അവൻ പ്രസംഗിച്ചതിൽ ചില ന്യൂനതകളൊക്കെ ഉണ്ടായി. അവനെ സ്വന്തമായിട്ട് വിളിച്ച് പറഞ്ഞു കൊടുത്ത് ഇതാണ് സ്വന്തം മക്കൾ എന്ന പോലെ കുട്ടികൾക്ക് മാർഗദർശനം നൽകി. അങ്ങനെ ജുമാ കഴിഞ്ഞ് നാട്ടിലെത്തി. അന്ന് ഇശാന് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്ത് അന്ന് അവിടെ പള്ളിയിൽ വെള്ളം കോരുന്ന ഒരാൾക്ക് ഒരു 3 റുപ്യ എനിക്ക് ആ ഒരു 3 റുപ്യ തരാണ്ട്
എന്ന് പറഞ്ഞു. എന്നോ ചില്ലർ മിസ്കിന്മാർക്ക് കൊടുക്കാൻ വേണ്ടി വായ്പ വാങ്ങിയതാണ്. അതിന് കുറച്ച് ദിവസം മുമ്പ് ഒക്കെ വാങ്ങിക്കൊടുത്ത് വീട്ടിൽ ചെന്ന് മരിക്കുക. അപ്പോൾ അവസാനത്തെ ദിവസവും ദാറുൽ ഹുദക്ക് വേണ്ടി കർമ്മധന്യമായ ജീവിതം നയിച്ചു ഉസ്താദ് അവർകൾ. ചെറുശ്ശേരി ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയാത്തിൽ പോകാനായി കൂടെയുള്ളവരൊക്കെ പോകാൻ പുറപ്പെട്ടപ്പോൾ വാപ്പാക്ക് സുഖമില്ല. വാപ്പാനോട് പറഞ്ഞു, എൻ്റെ ഒപ്പമുള്ള ശരീക്കന്മാരൊക്കെ ബാക്കിയാത്തേക്ക് പോവാണ്, എനിക്കും പോകാൻ ബുദ്ധിയുണ്ട്. വാപ്പ പറഞ്ഞോ, ബാപ്പയും പാപ്പയൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, എളാപ്പാരുമാരും. ഇപ്പോൾ ബാക്കിയാത്തേക്ക് ഇപ്പം എനിക്ക് ഇങ്ങനെ സുഖമില്ലാതാകുമ്പോൾ എങ്ങനെ പോവാം? ബാക്കിയാത്ത് പോയാലൊക്കെ നിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നോളും, ഇവിടെ നിന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണ് കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള കോടങ്ങാട്, മലപ്പുറത്തേക്ക് കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് മലപ്പുറത്തേക്ക് വെള്ളോമ്പുറത്തേക്ക് പോകുമ്പോൾ വലത്തേ ഭാഗത്ത് കാണുന്ന ഇപ്പോൾ വലിയ പള്ളിയായിട്ട് ഉണ്ടാക്കിയതാണ് കോടങ്ങാട് പള്ളി. അവിടെ മുദരിസായി കുറേ കാലം അവിടെ ദർസ് നടത്തി. പിന്നെ 1977 ചമ്മാട് മുദരിസായി വരിക. കുറേ കാലം കഴിഞ്ഞ് 86 ദാറുൽ ഹുദ തുടങ്ങിയെങ്കിലും ഉസ്താദ് പേരിൽ ഉസ്താദ് പ്രിൻസിപ്പളായിരുന്നു, ചെറുശ്ശേരി ഉസ്താദ്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ. കാരണം പള്ളിയിൽ മുദരിസാണ്, ധാരാളം ദർസുള്ള 80-100 കുട്ടികളുള്ള ദർസാണ്. അപ്പോൾ എപ്പോഴും അവിടെ പണിയുണ്ടാവും. അപ്പോൾ ദാറുൽ ഹുദ അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചെറിയ ക്ലാസ്സും ചെറിയ കുട്ടികളൊക്കെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ഉസ്താദിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ സ്ഥാപനം ഇങ്ങനെ വളർന്ന് വലുതായി വന്നപ്പോൾ ഉസ്താദ് ഒരിക്കൽ ഹജ്ജിന് പോകാൻ ഒരുങ്ങി. ആ ഗ്യാപ്പ് വെച്ചിട്ട് ഹൈദർ ഹുസ്സൈൻ സിലാരി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഹജ്ജിന് പോയി മടങ്ങി വന്നാൽ ഇനി ദാറുൽ ഹുദയിൽ തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് 1994 ചെറുശ്ശേരി ഉസ്താദ് ദാറുൽ ഹുദയുടെ ഫുൾ ടൈം പ്രിൻസിപ്പാളായിട്ട് അവിടെ സേവനം ചെയ്യാൻ തുടങ്ങുന്നു. പിന്നീട് 2010 മെയ് മാസം 10-ാം തീയതി ദാറുൽ ഹുദ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ പുണ്യ വക്ത്രത്തിലൂടെ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്തതായി പ്രഖ്യാപിച്ചു. അപ്പോഴേക്ക് ദാറുൽ ഹുദ തുടങ്ങിയിട്ട് 23 വർഷമായിട്ടുണ്ട്. ദാറുൽ ഹുദ ഒരു പ്രൈവറ്റ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു തങ്ങളവர்கள். അങ്ങനെ അതേ കൊല്ലം തന്നെ 2009 തന്നെ ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് എന്ന മുസ്ലിം യൂണിവേഴ്സിറ്റികളുടെ ഒരു പൊതുവേദി ഉണ്ട്. കൈറോവിലാണ് അതിൻ്റെ ആസ്ഥാനം. അതിൽ ദാറുൽ ഹുദക്ക് മെമ്പർഷിപ്പ് കിട്ടി. തൊട്ടടുത്ത വർഷം തന്നെ 2010 നേരത്തെ ഇവിടെ പരാമൃഷ്ടമായ ദി ഫെഡറേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ് എന്ന് പറയുന്ന മുസ്ലിം രാജ്യങ്ങളിലെ ഇസ്ലാമികവും സെക്യുലറുമായ യൂണിവേഴ്സിറ്റികളുടെ ഒരു പൊതുവേദിയാണ് രണ്ടാമത് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് മുസ്ലിം യൂണിവേഴ്സിറ്റികളുടെ മാത്രം പൊതുവേദിയാണ് കൈറോവിലുള്ളത്. ഈ മൊറോക്കോ ഫെഡറേഷനിലും ദാറുൽ ഹുദക്ക് മെമ്പർഷിപ്പ് കിട്ടി. അടുത്ത വർഷം തന്നെ, രണ്ടാമത്തെ വർഷം അതിൻ്റെ ഒരു ജനറൽ കോൺഫറൻസിൽ പങ്കെടുത്താണ് ഞാൻ വരുന്നത്. അതാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. ചെറുശ്ശേരി ഉസ്താദ് അവർകൾ മഹാനവറുകൾ പഴയ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ചെയ്തിരുന്നതെങ്കിലും ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് കണിശമായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായൊരു പണ്ഡിതനായിരുന്നു. ഒരു വിദ്യാർത്ഥി പഠിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഏത് പാഠ്യപദ്ധതി പഠിക്കുന്നു അതനുസരിച്ചല്ല അയാളെ യോഗ്യതയും അയാളെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ പഴയ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സമുദായത്തിന് ആവശ്യം ദാറുൽ ഹുദ തന്നെയാണ്, ദാറുൽ ഹുദ പാഠ്യപദ്ധതി തന്നെയാണ് എന്ന് പൂർണ്ണമായി മഹാനവറുകൾ വിശ്വസിച്ചിരുന്നു. പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു പറയാൻ കാരണം കേരളത്തിലെ തലയെടുപ്പുള്ള പല സ്ഥാപനങ്ങളും ഭാഗികമായിട്ടെങ്കിലും മൂപ്പരുടെ സേവനം കിട്ടാനും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ പഴക്കമുള്ളതും പൊക്കമുള്ളതുമായ വലിയ സ്ഥാപനങ്ങൾ ഒരു ദിവസമെങ്കിലും അവിടെ വന്നിട്ട് മുതിർന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്ന ക്ലാസ് എടുത്താൽ മതി എന്ന് ഒന്നിലധികം സ്ഥാപനങ്ങളെ പേരിപ്പോൾ ഞാൻ പറയണില്ല. അങ്ങനെ ചില സ്ഥാപനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പണ്ഡിതന്മാരെ. ശനി ഞായർ ഒരിടത്ത്, തിങ്കൾ ചൊവ്വ വേറെ സ്ഥലത്ത്, ബുധൻ വ്യാഴം വേറെ സ്ഥലത്ത്, വെള്ളിയാഴ്ച കുത്തുബ വേറെ സ്ഥലത്ത്. ഇങ്ങനെ ആകുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെയും പുരോഗതിക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയില്ല. 4 പെണ്ണിട്ടി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ പലരും ശക്തമായി ക്ഷണിച്ചെങ്കിലും ഉസ്താദ് വളരെ വിനീതമായി മറുപടി പറയും, ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ലേ, അവിടെ തന്നെ നിൽക്കുക, നിന്ന് പോരുക.
മാത്രമല്ല ആധുനികമായ പല ഫിഖ്ഹി മസലകളൊക്കെ വരുമ്പോൾ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം കുട്ടികളിൽ നിന്ന് അതത് വിഷയങ്ങളിൽ പ്രത്യേക കാഴ്ചപ്പാടുള്ള വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. അവരെ കൊണ്ട് കുറിപ്പ് തയ്യാറാക്കും. ഉദാഹരണമായി ക്ലോണിങ് അല്ലെങ്കിൽ അവയവമാറ്റ മസലകൾ, ഇതൊന്നും പണ്ട് കാലത്തുള്ള പണ്ഡിതന്മാർ പഠിച്ച പാഠ്യപദ്ധതിയിലോ കിതാബിലോ ഇത്തരം വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പുതിയ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടുകൾ അവർ എഴുതിയ കിതാബുകളിൽ, അവരെഴുതിയ ലേഖനങ്ങളിൽ, പ്രബന്ധങ്ങളിലൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കി കുട്ടികളുടെ ഗവേഷണ ചാതുര്യം കൂടി മഹാനായ ഉസ്താദുകൾ അത് വഴി പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരൊക്കെ ഉപയോഗിച്ച് അങ്ങനെയാണ് ക്ലോണിങ്ങിനെ പറ്റി ചെറുശ്ശേരി ഉസ്താദ് ക്ലാസ് എടുത്തത് നമ്മളിങ്ങനെ നോട്ടീസിൽ വായിക്കണം. അവയവമാറ്റ ശസ്ത്രക്രിയ, ബഹിരാകാശത്തുള്ള നിസ്കാരം തുടങ്ങിയ ആധുനികമായ പല പ്രശ്നങ്ങളും ഇടക്കാലത്ത് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനവും ആ സ്ഥാപനവുമായുള്ള സഹസഞ്ചാരവും തന്നെയാണ് ഈ കാലത്ത് ഏറ്റവും പുണ്യമായ ഒരു പണ്ഡിതൻ്റെ ധർമ്മമെന്ന് മനസ്സിലാക്കിയിരുന്നു ഉസ്താദ് പറഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ഉദാഹരണമാണ് ദാറുൽ ഹുദയിൽ മറവ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് അവരുകൾ വസിയത്ത് ചെയ്തത്. ഉസ്താദിൻ്റെ പാപ്പാൻ്റെയും പാപ്പാൻ്റെയും ഖബർ ഉസ്താദിൻ്റെ വീടിന് വെളിപ്പാടകലെ ഖാദിയാരകം പള്ളി പറഞ്ഞ പള്ളിയുണ്ട്. ആ പള്ളിയിലുണ്ട് പൂർവികന്മാരൊക്കെ ഖബറ. പള്ളിൻ്റെ ചെറിയ പറമ്പാണ്, പള്ളിപ്പറമ്പ് മക്ബറയല്ല. പക്ഷേ അവിടെ ഏതാനും ആളുകളുടെ ഖബറുകളുണ്ട്. ഉസ്താദിൻ്റെ വാപ്പ, പാപ്പ, എളാപ്പ, അങ്ങനെയുള്ള ചില ആൾക്കാർ. അങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ ശാരീരിക സാന്നിധ്യം കൊണ്ട് ഇത്രയും കാലം ദാറുൽ ഹുദ സമ്പന്നമായതുപോലെ, അല്ലെങ്കിൽ ദാറുൽ ഹുദയിൽ തനിക്ക് നിൽക്കാൻ അവസരം സൗഭാഗ്യം ഉണ്ടായതുപോലെ മരിച്ചതിന് ശേഷവും അവിടെ തന്നെ ഉണ്ടാകണമെന്ന് ഉസ്താദ് ആഗ്രഹിച്ചു. ആദ്യം അത് പറഞ്ഞത് തൻ്റെ മരുമകനോടാണ്. ബാപ്പുട്ടിജിൻ്റെ ഒരു മകനാണ് ഉസ്താദിൻ്റെ മകളെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 കൊല്ലം മുമ്പ് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് ജനങ്ങളുടെ സന്ദർശകരെ തിരക്ക് കുറക്കാൻ വേണ്ടി സ്വകാര്യമായിട്ട് ചെമ്മാട്ട താമസിച്ചിരുന്നു മരുവൻ്റെ വീട്ടിൽ. സൈനുൽ ആബിദീൻ അയാളോട് ആദ്യം പറഞ്ഞത്. ഓപ്പറേഷനെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷന് വിധേയമാകാൻ പോകുമ്പോൾ വസിയത്തൊക്കെ ചില ആൾക്കാർ പറയും. പിന്നീട് സ്വന്തം മക്കളോടും പറഞ്ഞു. അപ്പോൾ ജീവിതകാലത്ത് ദാറുൽ ഹുദയിൽ തൻ്റെ സാന്നിധ്യം ഉണ്ടായതുപോലെ ആത്മിക സാന്നിധ്യവും ദാറുൽ ഹുദയിൽ തന്നെ ആകണമെന്ന് ഉസ്താദ് ആഗ്രഹിച്ചു. അതിൻ്റെ 1ാമത്തെ ആണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത്. നമ്മളവിടെ പത്രങ്ങളിലും നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം ആളുകളിന് പങ്കെടുത്തു. പിന്നെ ഉസ്താദിൻ്റെ അധ്യാപന രീതി, ഫത്വ കൊടുക്കുന്ന വിഷയങ്ങൾ, സമസ്തയുടെ സേവനങ്ങൾ, ഇതൊന്നും പറയുമ്പോൾ സമയമില്ല. ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എടുത്തതാണ്. നിശ്ചിത സമയം തീരാൻ പോവുക. പിന്നെ ഈ വലിയ വലിയ ആളുകളൊക്കെ ആവുമ്പോൾ അവർ ഒരു സ്ട്രക്ചറിൽ ഇങ്ങോട്ട് വന്ന് കിട്ടാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. ഉസ്താദ് അങ്ങനെ ആയിരുന്നില്ല. ദാറുൽ ഹുദയുടെ രാത്രി വരെ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വരെ വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കും. 7 മണിയുടെ ട്രെയിനിൻ്റെ സ്ഥലത്ത് പോകേണ്ടതുണ്ടെങ്കിൽ അന്ന് എടുക്കേണ്ട ക്ലാസ് അതിന് മുമ്പ് കുട്ടികളെ വിളിച്ചെടുത്തിട്ട് ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ തലേന്ന് രാത്രി ക്ലാസ് എടുക്കും. ഈ പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കോണി കയറാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു, വിശ്രമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ദർസ് നിർത്തിയിട്ടുള്ളൊരു വിശ്രമം ഉസ്താദ് ആഗ്രഹിച്ചിരുന്നില്ല. ഉസ്താദിൻ്റെ ദുആയിലുണ്ടാവും, അറബി അറിയുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലാഹുമ്മ ലാ തഉഖ്നാ അനിൽ ഇൽമി ബിആയിഖിൻ വലാ തംനഅനാ അൻഹു ബിമാനിഅ എന്ന് ഉസ്താദ് സ്വന്തം ദ്വാരക്കാരുണ്ടായിരുന്നൊരു ദുആ. സ്വന്തം ദ്വാരക്കാർ മറ്റാരും പണ്ഡിതന്മാർ അങ്ങനെ ദ്വാരക്കണം കേട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം പടച്ചവന് ഇൽമുമായി വിനിമയം നടത്തുന്നതിൽ നിന്ന് ഞങ്ങളെ നീ മുടക്കം വരുത്തരുതേ എന്നതിൻ്റെ അർത്ഥം. എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ കൊണ്ട് ഞങ്ങൾക്കതിന് മാർഗതടസ്സം സൃഷ്ടിക്കരുതേ എന്നാണ് എൻ്റെ അർത്ഥം. അതേപോലെ തന്നെ രോഗാതുരനാകുന്ന അതേ ദിവസം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, രാവിലെ ക്ലാസ് എടുത്ത് മഴ കയറാൻ പാടില്ല പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് പള്ളിയിലേക്കോട്ടെ. നടക്കണേന് കുഴപ്പമില്ല, കയറിനീനാ പ്രയാസം. ഉസ്താദിൻ്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു മിനിറ്റ് നടക്കണം. അങ്ങനെ ഉസ്താദ് സ്വയം നടന്നു വന്നിട്ട് പള്ളിയിൽ നിന്നാണ് ക്ലാസ് എടുക്കുക. ഈ പറഞ്ഞ ദിവസം ആ പള്ളിയിലെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. തിരുരങ്ങാടിക്കാരുണ്ട്, വേറെ പുറത്തുനിന്ന് വന്നവരുണ്ട്. അവരുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ സംസാരത്തിൽ ഒരു വൈകല്യം. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആലപ്പുഴയിലെ സമ്മേളനം നടക്കുമ്പോൾ ഉസ്താദ് രോഗശയ്യയിലാണ്, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സമ്മേളനം കഴിഞ്ഞ് 4 ദിവസമാകുമ്പോഴാണ് മരണപ്പെടുന്നത്.
അങ്ങനെ ലക്ഷങ്ങളുടെ ദ്വാകളൊക്കെ ഏറ്റുവാങ്ങി മരിച്ചന്നാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മരിച്ചു. കൊണ്ടോട്ടിയിൽ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ അടുത്താണ് ഈ ഖാദിയാരാഗം പള്ളി. അവിടെ കൊണ്ടുവന്നു. അവിടെയും ആയിരങ്ങൾ പങ്കെടുത്ത് ജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതായപ്പോൾ നിശ്ചിത സമയത്തിൻ്റെ 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടുന്ന് ദാറുൽഹുദയിലേക്ക് മാറ്റി. ഖാദിയാരാഗം പള്ളിയാണ് ടൗണിൻ്റെ ഉള്ളിലാണ്, പരിമിതികളുണ്ടാവും സ്ഥലത്തിന്. ദാറുൽഹുദയിൽ 10,000-കണക്കിന് അല്ലെങ്കിൽ ധാരാളം ആളുകൾ വന്ന് മയ്യത്ത് നിസ്കാരത്തിലും മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഉസ്താദുകളുടെ ഈ മഹത്തായ വ്യക്തിത്വം മുസ്ലിം ലോകത്തിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്ന് പ്രകടമായി വിളിച്ചോരുന്ന വിധത്തിലുള്ള അനുഭവങ്ങളായിരുന്നു ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പണ്ഡിതന്മാരുടെ സാന്നിധ്യം, പണ്ഡിതന്മാരുടെ തിരോധാനം, ഇതൊക്കെ പറഞ്ഞാൽ ഇതിന് ചില പ്രത്യേകമായ ഒരു അനുരണനങ്ങൾ, ഇഫക്ഷൻസ് അല്ലെങ്കിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പണ്ഡിതൻ മരിച്ചു പോയാലും അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണെന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ധാരാളം സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. കർണാടകയിലുള്ള ആൾക്കാർ വരെ ചെറുശ്ശേരി ഉസ്താദിൻ്റെ കർണാടകയിൽ ദാറുൽഹുദയുടെ ഒരു ബ്രാഞ്ചുണ്ട്. 2 ബ്രാഞ്ചുണ്ട്. ഒന്ന് മാടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മറ്റൊന്ന് കാശിപട്ടണ. അവരും ഉസ്താദിൻ്റെ അനുസ്മരണം ഏർപ്പെടുത്തിയത് ഗൾഫിൽ, അവരുടെ നാട്ടിലും. എന്താ ബന്ധം? ദാറുൽഹുദയുടെ സാരഥിയായിരുന്നു എന്നുള്ളൊരു ബന്ധം, സമസ്തയുടെ മേധാവിയായിരുന്നു എന്നുള്ളൊരു ബന്ധം. 20 കൊല്ലക്കാലം സമസ്തയുടെ ഏറ്റവും ഉന്നതമായ പദവിയിൽ, ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും വിവിധ സമ്മേളനങ്ങളിലും പരിപാടികളിലും സദസ്സുകളിലുമൊക്കെ പങ്കെടുത്ത് ആ സംഘടനയുടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും ഒക്കെ അസ്തിത്വവും അനിഷേധ്യമായ പദവിയും സമൂഹത്തിന് മുമ്പിൽ വിളംബരം ചെയ്യാൻ മഹാനവറുകളുടെ വ്യക്തിത്വം ഒരു വലിയ ഘടകമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കോടതികളിൽ ഉസ്താദ് വാദിക്കാൻ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഖുതുബ കേസിൽ കോടതിയിൽ ചെന്ന്, അപ്പോൾ നിങ്ങൾ അറബി ഭാഷാ പണ്ഡിതനാ? അറബി ഭാഷാ പണ്ഡിതനാണ്. കോടതിയിൽ അങ്ങനെ ചോദിക്കുക. കോടതിയിൽ പരിചയമുള്ളവർക്ക് തീരുള്ളൂ. അപ്പോൾ എന്തോ ഒരു സാധനത്തിൻ്റെ പേര് ചോദിച്ചിട്ട് വക്കീലോ ജഡ്ജി ചോദിച്ചു, അതിനെന്താ അറബി പറയാം? പണ്ഡിതനാകാൻ അറബിയിലുള്ള എല്ലാം അറിഞ്ഞോളണമെന്നൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച ആളാണ്. ചക്കക്കുരുവിൻ്റെ ഉള്ളിലുള്ള ആ തൊലിക്കെന്താ ഇംഗ്ലീഷ് പറയാം? പോണ്ടി എന്ന് പറയും ഞങ്ങളവിടെ വ്യത്യസ്ത പേരായിരിക്കും. അപ്പോൾ മതപണ്ഡിതനായ ഈ ചക്കക്കുരുവിൻ്റെ ഒന്നും പേരൊന്നും പഠിച്ചോളണമെന്നില്ല. വിഷയം എന്താ പറയുള്ളത് പറയുന്ന പറഞ്ഞു. ഫത്വയുടെ കാര്യത്തിലാണെങ്കിൽ ഏത് മഹല്ലത്തിൽ എന്ത് തരം പ്രശ്നങ്ങളുണ്ടായാലും ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഫത്വ ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ചെമ്മാട്ടത്തിനൊരു പ്രശ്നമുണ്ടായി. ചെമ്മാട്ടി 1989 ഈ പ്രശ്നം തുടങ്ങിയെന്ന് ഏറ്റവും ആദ്യം തിരഞ്ഞെടുപ്പുണ്ടായത് ചെമ്മാട്ട. ബാപ്പുട്ടേജിയാണെന്ന് മഹല്ലത്തിൻ്റെ സെക്രട്ടറി. ബാപ്പുട്ടേജി പറഞ്ഞു തിരഞ്ഞെടുപ്പൊന്നും വേണ്ട, അവർ ഭരിച്ചോട്ടെ. നമ്മളെ ആൾക്കാരോട് പറഞ്ഞു അവർ ഭരിച്ചോട്ടെ, നമുക്ക് മഹലിൽ അനൈക്യം തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായാലും ഒരു അനൈക്യം ഉണ്ടാവും. അയാൾ ആൾക്കാർ ഇയാൾ ആൾക്കാർ, ആ പാർട്ടി ഈ പാർട്ടി, അതുകൊണ്ട് ഈ മഹലിൽ അതുണ്ടാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവർ ഭരിച്ചോട്ടെ. അനുയായികൾ വിട്ടുകൊടുത്തില്ല. അവർ പറയുന്നത് ഞങ്ങൾ 65% ഉണ്ട്, നിങ്ങൾ 35% ഉള്ളൂ നമ്മളോട് പറഞ്ഞിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം വന്നപ്പോൾ ചെറുശ്ശേരി ആരാണ് വോട്ടവകാശം ആർക്കാണ് തീരുമാനിക്കേണ്ട ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു മസ്ലഹത്ത് സമിതിയിൽ. ആരാ സുന്നി? അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സുന്നി അല്ലാത്തവരും സുന്നിയാന്ന് പറയാമല്ലോ. അപ്പോൾ കൂടുന്ന ഒരാൾ പറഞ്ഞു ചെറുശ്ശേരി ഉസ്താദിനോട് ഫത്വ വയ്ക്കുക. അപ്പം മറ്റേ കക്ഷിയിൽ നിന്നൊരു വിഭാഗത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു ചെറുശ്ശേരി ഉസ്താദിനെ പറ്റൂല, മുമ്പ് നിങ്ങളാളാ. ആ പറഞ്ഞാൽ അവിടെ ജിദ്ദിയിലുണ്ടായിരുന്നു. അപ്പം നാട്ടില്ല. ചെറുശ്ശേരി ഉസ്താദ് നിങ്ങളാളാണ്, അതുകൊണ്ട് അയാളോട് ചോദിച്ചാൽ പറ്റില്ല. അയാൾ ഉസ്താദുണ്ട്, ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, മൂപ്പരോട് ചോദിക്കണം. നീണ്ട കഥയാണ്. ഏതായാലും അവർ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിം അല്ല ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിം അഥവാ ഏന്ദീൻ കുട്ടി മുസ്ലിം എന്നാ പറയാം നാട്ടിൽ സാധാരണ ഭാഷയിൽ.
ഹേന്തിയൻകുട്ടി മുസ്ലിയാർ അടുത്ത് വീട്ടിൽ ചെന്ന് ഈ പരിപാടിക്ക് നേതൃത്വം വഹിച്ചിരുന്ന ആൾ പോക്കരാജി എന്ന് പറഞ്ഞ ഒരാളാണ്. പോക്കരാജി ഇന്ത്യയിൽ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ചില ആൾക്കാർക്ക് അറിയും. പോക്കരാജ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മസലായത്തിന് വന്നാൽ ചെമ്മാട്ടിൽ നിന്ന്, എന്നാൽ ചെമ്മാട്ടിൽ നിന്ന് വന്നാണെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് ആരും ഇറങ്ങേണ്ട, അവിടെ തന്നെ ഇരുന്നോളൂ, എന്താ വിഷയം എന്ന് വെച്ച് പോക്കരാജിനോട് ഇങ്ങനെ വിഷയമാണ്. അപ്പോൾ ജയന്തി മുസ്ലിയോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല, നിങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞോ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരോട് ചോദിച്ചാൽ മതി, പോയിക്കോളി വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഉസ്താദിനാൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ വരെ ഗുഡ് സർവീസ് എൻട്രി സർട്ടിഫിക്കറ്റ് നേടാൻ കഴിഞ്ഞ ഒരു സമുന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർ. അപ്പോൾ താങ്കൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഓരോ വ്യക്തിയുടെയും അഭാവമുണ്ടാകുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കണ്ണ് പോകുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് വരെയും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മുടെ സമുദായത്തിന് കിട്ടിയിട്ടില്ല. എന്ത് വിഷയം ചോദിച്ചാലും അപ്പോൾ തൽക്ഷണം ഹരജിപ്പുറത്ത് മറുപടിയാണ്. അത്രമാത്രം കർക്കശമായ കാഴ്ചപ്പാടായിരുന്നു കർമ്മശാസ്ത്രത്തിൽ, ഫിഖ്ഹിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ ഉസ്താദവർക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിവിടെ അനുസ്മരിച്ച ബഷീർ മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, പിന്നെ CH ഐദ്രോസ് മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ഇവരുടെയൊക്കെ പാരത്രിക പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇവരൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടിയും ദീനിനു വേണ്ടിയും സേവനം ചെയ്ത് പ്രവർത്തനങ്ങൾ നിർവഹിച്ചതുകൊണ്ടാണ് ഇന്ന് ദാറുൽ ഹുദ ഈ സമുന്നതമായ അവസ്ഥയിലെത്തിയത്. ദാറുൽ ഹുദനെ പറ്റിയും പറയണമെന്ന് പറഞ്ഞതിന് സമയമില്ല. 1400 വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 27 സഹസ്ഥാപനങ്ങൾ ദാറുൽ ഹുദക്കുണ്ട്, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായിട്ട്. ഇതിലെല്ലാം കൂടി 6000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സിലബസ് ഇസ്ലാമിക വിഷയങ്ങളും സെക്യുലർ വിഷയങ്ങളും അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകൾ. പുറത്തുള്ള സ്ഥലത്ത് മലയാളത്തിന് പകരം അതത് പ്രാദേശിക ഭാഷകൾ, ആന്ധ്രയിൽ, പിന്നെ തെലുങ്ക്, ബോംബെയിൽ ഡോങ്ക്രയിലുണ്ട്, അവിടെ മറാഠി പഠിപ്പിക്കും. ആസാമിൽ ആസാമീസ് പഠിക്കും, ബംഗാളിൽ ബംഗാളി പഠിപ്പിക്കും, കർണാടകയിൽ കന്നഡ ഭാഷ പഠിപ്പിക്കും. ഇങ്ങനെ ആധുനിക യുഗത്തിൽ മുസ്ലിം സമൂഹത്തിനും ആധുനിക സമൂഹത്തിനുമൊക്കെ വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, മതപരമായി നേതൃത്വം നൽകാൻ പറ്റിയ ഒരു പുതിയ യുവ പണ്ഡിത തലമുറയെ തയ്യാറാക്കുകയാണ് ദാറുൽ ഹുദ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആന്ധ്ര, ആസാം, ബംഗാൾ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അതൊക്കെ ഒരു പേരെടുക്കാനുള്ള പണിയാണ്. ആദ്യം ചിലരൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ തന്നെ പണി തീർന്നപ്പോൾ ഇവർ ആന്ധ്രയിൽ പോണ്, ആസാം പോണ്, ബംഗാൾ പോണ്. അപ്പോൾ ഈ കിണറ്റിലെ തവള എന്ന് പറയലുണ്ട് നമ്മൾ. കിണറ്റിലെ തവള പുറത്തുള്ള വിവരമൊന്നും അറിയില്ല, ആ വൃത്തത്തിലുള്ള വിവരം അതിൻ്റെ അടുത്തുള്ളൂ. പുറത്തുള്ള മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ ഭൂമിശാസ്ത്രപരമായ അതിർത്തിയൊന്നുമില്ല. പഞ്ചായത്ത്, വാർഡ്, താലൂക്ക്, ജില്ല, സ്റ്റേറ്റ് ഇതൊന്നും ഇസ്ലാമിലില്ലല്ലോ. ഉണ്ടെങ്കിൽ അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എല്ലാവർക്കും തോർക്കും. അല്ലാഹു മഗ്ഫിർ സഊദിയീന വ സഊദിയാത്ത് എന്നുള്ള തോർക്കുന്നുണ്ട്. അല്ലാഹു മഗ്ഫിർ ഹിന്ദിയീന വൽ ഹിന്ദിയാത്ത് ഇല്ല. ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും റഷ്യയിലാണെങ്കിലും ഒക്കെ മുഅ്മിനാണോ ഈ പരിധിയിൽ വരും. വടക്കേ ഇന്ത്യയിലെ അവസ്ഥ എന്താ? ഫാത്തിഹ സൂറത്ത് അറിയാത്ത ആളുകൾ, ഷഹാദത്ത് കലിമ ശരിക്കും ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകൾ കോടിക്കണക്കിനുണ്ടെന്നാണ് ഞാൻ പറയല്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, അവിടെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ. ചിലപ്പോൾ ഒരുവിധം അങ്ങനെ ഒപ്പിച്ച് അങ്ങനെ നൊണ്ടി മുടന്തിയൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. ഫാത്തിഹ അതറിയണമല്ല. പിന്നെ മക്ക, മദീന, കഅബ, നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതൊന്നും അറിയില്ല. അങ്ങനെ ഒന്നുമല്ല. ഞാൻ പൂനെയിൽ പോയല്ലോ, കൽക്കത്തയിൽ പോയല്ലോ, ഞാൻ ഹൈദരാബാദ് പോയല്ലോ, അവിടെ ഒന്നും അങ്ങനെ കണ്ടില്ലോ എന്ന് പറഞ്ഞാൽ ഈ ആന്ധ്രയിലും ഈ ടൗണിൽ മാത്രമല്ല ജനങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ പോയ ഈ പൂനെയിലെയും പാറ്റ്നയിലെയും ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ബോംബെയിലെയും ഒക്കെ നിവാസികളുടെ ആയിരക്കണക്കിന് ഇരട്ടി ഗ്രാമങ്ങളിൽ താമസിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അവിടെ പണ്ടുള്ളവരുണ്ടാക്കിയിട്ട പള്ളികളുണ്ട്, നിസ്കരിക്കപ്പെടുന്നില്ല. ആ പള്ളികൾക്ക് ഹൗലുണ്ടായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം അതിൽ വെള്ളമില്ല. പണ്ടതിൽ ചാദറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിരിപ്പുണ്ടായിരുന്നു, പായ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. കാരണം ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരും അവിടെ ചെല്ലാറില്ല. ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലി നഗരത്തിൽ പോയാൽ ഉപരാനി ദില്ലിയിൽ, ഓൾഡ് ദില്ലിയിൽ ബസ് സ്റ്റേഷൻ്റെ മുന്നിൽ പശുവിനെ കെട്ടിട്ടുള്ള നാക്കാലികളെ കെട്ടിട്ട പള്ളിയുണ്ട്. അടുത്ത ഇന്ത്യൻ ട്രിപ്പിൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്.
ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു കുന്ന, അപ്രാപ്യമായ ദുഷ്പ്രാപ്യമായ കുന്നല്ല, കുറച്ച് ഉയർന്നൊരു സ്ഥലം. അവിടെ അറബി കോളേജിൻ്റെ ബിൽഡിംഗ് ഉണ്ട്, അതിൽ ആൾക്കാർ താമസിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് പള്ളിയുണ്ട്, പള്ളിയിൽ പശുക്കൾ കെട്ടിയിരിക്കുകയാണ്. കാരണം വടക്കേ ഇന്ത്യയിലെ പള്ളി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പള്ളീൻ്റെ അത്ര ഭദ്രത ഉണ്ടാവില്ല, പുറത്തേക്ക് കുറേ ഒരു സഹനം ഉണ്ടാവുമല്ലോ. ആ പള്ളിയിൽ പശുക്കൾ കെട്ടിയിരിക്കുക. ഈ കോളേജിൽ താമസിക്കുന്ന ആൾക്കാരെ പശുക്കൾ കാലികൾ. അവർ ഓരോ ദിവസം ടൈം ടേബിൾ അങ്ങനെ നേരം വെളുത്താൽ കണ്ണുകറിന് നേരത്ത് പോവുകയാണ് പാടത്തേക്ക്, ജന്മിമാരുടെ പാടത്തേക്ക് കൃഷി ചെയ്യാൻ പണിയെടുക്കാൻ പോവുകയാണ്. ആരാ പോണത്? വല്യാപ്പ ഉണ്ടാവും, മോൻ ഉണ്ടാവും, വല്യാപ്പൻ്റെ പേരക്കുട്ടി ഉണ്ടാവും. ഇത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങൾ സുബൈൻ്റെ ജമാഅത്തിന് കൽക്കത്തയിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഒരു 50 മീറ്റർ അകലുള്ള പള്ളിയിലേക്ക് പോയപ്പോൾ ഈ പറഞ്ഞ 3 ആൾ പാടത്തേക്ക് പോവാണ്. വല്യാപ്പൻ്റെ കയ്യിൽ റാന്തൽ എന്ന് പറഞ്ഞാൽ മേലെ തലമുറ, നടുവിലെ തലമുറൻ്റെ കഴുത്തിൽ കരിയും നോക്കുവാണ്. മൂരിയൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. 3ാമത്തെ തലമുറൻ്റെ കയ്യിൽ തൂക്കുപാത്രത്തിൽ ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി അറിയില്ല, പാടത്തുനിന്ന് ഉച്ചക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചൂടാക്കാനുള്ള. രാവിലത്തെ ഈ പോക്ക് തിരിച്ചു വരലപ്പോഴാണ്, റിട്ടേൺ ട്രിപ്പ് എപ്പോഴാണെന്നറിയോ? വൈകുന്നേരം കണ്ണാണാൻ പറ്റാതാവുമ്പോഴാണ്. വന്നിട്ട് വീട്ടിൽ നിന്ന് ചപ്പാത്തിയും ഉള്ളിയും തിന്നിട്ട് മിർച്ചും കൂട്ടിയിട്ട് അല്ലല്ല പഠിച്ചവനും കിടന്നുറങ്ങുക. നേരം വെളുത്താൽ ഇതേ ടൈം ടേബിളാണ്. ഇവർ എവിടുന്ന് മദ്രസ പോകാനാ? ഇവരെങ്ങനെ ഫാത്തിഹ പഠിക്കാനാ? ഇവർക്ക് എങ്ങനെ നിസ്കരിക്കാൻ പഠിക്കാനാ? ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇത് ദാർഹുദയുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ കണ്ടു മനസ്സിലാക്കിയതുകൊണ്ട് ഇത് നമ്മളെ ബാധ്യതയായി എന്നവർ വിശ്വസിച്ചു. ഇന്ത്യയിൽ ഇങ്ങനെയും മുസ്ലിമീങ്ങളുണ്ട്, പേരിനല്ല, കഷായത്ത് കൂട്ടാനല്ല, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ. എങ്ങനെ ഈ കോടി ഉണ്ടായെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനസംഖ്യ എണ്ണ അറിയില്ലേ? എത്ര കോടിയാ? 130 കോടിയാ. 130 കോടിയിൽ 20% കൂട്ടിയാൽ തന്നെ 25 കോടിയായി. മുസ്ലിങ്ങളുടെ പെർസെൻറ്റേജ് 20%, ഇതിൻ്റെയൊക്കെ മേലുണ്ട് എന്നാണ്. കാരണം ഈ ബംഗാളിൽ ആസാമിലൊക്കെ കുറേ മുസ്ലിങ്ങളൊന്നും കണക്കിൽ വരുന്നില്ല. പിന്നെ കുറേ സ്ഥലത്ത് മതം ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇസ്ലാം പറഞ്ഞൊരു മതമാണെന്ന് അറിയില്ല. പട്ടികജാതി പട്ടികവർഗം പോലെ ഒരു വർഗമായിട്ട്, ഒരു കാസ്റ്റ് ആയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. മതം എന്ന് പറഞ്ഞാൽ മതത്തിന് ചില സ്ട്രക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ചില ചട്ടക്കൂടുകൾ, അവർക്കറിയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു കേൾക്കും മുസൽമാനാണ്. മുസൽമാനായാലെങ്ങനെ? ഉറുദു ജാനത്തെ ഹേ തോ മുസൽമാൻ ഹേ, അഗർ ഉറുദു നഹീ ജാനത്തെ തും ക്യാ മുസൽമാൻ ഹേ? എന്നോട് ചോദിക്കപ്പെട്ട ചോദ്യം ഇത്. എനിക്ക് 12 വയസ്സായിരുന്നു. ഞാൻ കോഴിക്കോട്ട് നിന്ന് കോട്ടയക്ക് നാട്ടിലേക്ക് പോരാ. എന്നൊരു പരിപാടിക്ക് പോയി മടങ്ങി പോരുമ്പോൾ എങ്ങനെയൊക്കെ ഫറോക്ക് അവിടെ എന്താ സെയിൽ ടാക്സിൻ്റെ സ്ഥലത്തിന് പറയാം, ചുങ്കത്തെത്തി. പിന്നെ കോട്ടകൾക്ക് പോകുന്ന ഏതെങ്കിലും ലോറി ഉണ്ടെങ്കിൽ അതിൽ കയറിപ്പറ്റാൻ കരുതി വന്നിരിക്കുക. അപ്പം ഞാൻ 12ാം ക്ലാസ് പഠിക്കാമെന്ന് 7ാം ക്ലാസ്സിലെ സ്കൂളിൽ ഹിന്ദി എനിക്കൊരു താല്പര്യമുള്ള വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലീനർ ഒരു മുസ്ലിമാണ്, വടക്കേ ഇന്ത്യക്കാരൻ എവിടെയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ഉറുദു അറിയാമെന്ന് വെച്ചിനോട്. എനിക്ക് ഉറുദു അറിയില്ലോ, ഹിന്ദി അറിയുള്ളൂ. അന്നങ്ങനെയാണ് ഉറുദുവിനെ പറ്റിയൊന്നും അറിയില്ല. ഉറുദു അറിയില്ല എന്നാണ് തും ക്യാ മുസൽമാൻ ഹേ? ഉറുദു അറിയാത്ത മുസ്ലിമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്, വളരെ നേരത്തെ. അപ്പോൾ ഇതാണ് മുസ്ലിം. ഞങ്ങൾ ബംഗാളിലൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ അസ്രൻസ്കേരി എന്ന പള്ളിയിൽ കയറി. അവിടെ ഒരു 4-5 വയസ്സന്മാരിങ്ങനെ ഒരു മുസാഫിൻ്റെ ചുറ്റും കൂടിയിരിക്കുക. ഒരാൾ ഫാത്തിഹ പറഞ്ഞു കൊടുക്കാം മറ്റുള്ള ആളുകൾക്ക്. 60, 65, 70 മേലെ പ്രായമുള്ളവരാണ്. ഞങ്ങളിങ്ങനെ പോയി നോക്കി, എന്താ ഞങ്ങൾ ഫാത്തിഹ പഠിക്കണം. അപ്പം നിങ്ങളെന്തേ ഇപ്പോൾ നേരത്തെ ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഫാത്തിഹാറിനൊന്നും പഠിക്കൽ അത്യാവശ്യമാണെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് വയസ്സും ആയപ്പോൾ ചില ആൾക്കാർ പറഞ്ഞങ്ങനെ ഫാത്തിഹാറിനൊന്നുണ്ട്, അത് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പം മരിക്കുമ്പോൾ ഒരു ഫാത്തിഹ അറിഞ്ഞുകൊണ്ടെങ്കിലും മരിക്കുക എന്നുള്ള നിലക്ക് ഞങ്ങൾ പഠിക്കുകയാണ്. തമ്മിൽ ഭേദപ്പെട്ട ഒരു തൊമ്മൻ
ഓരോ വാക്കുമേലും ഇങ്ങനെ കൈ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അൽഹംദു, ബാക്കിയുള്ള 4 ആൾ ഏറ്റുപറയുക അൽഹംദു ലില്ലാഹി. 1983 നമ്മളെ കപ്പൽ സർവീസ് ഹജ്ജാജിമാരെ കപ്പൽ സർവീസ് അവസാനം നടന്നത് 83. അന്ന് ഞാൻ മുസാഫർ ഖാനിൽ പോയിരുന്നു ബന്ധപ്പെട്ട ചിലർ യാത്രയാക്കാൻ. വടക്കേ അന്ന് അത് കുറേ കൊല്ലം മുമ്പുള്ള 35 കൊല്ലം മുമ്പുള്ള എൻ്റെ ഒരു അനുഭവമാണ്. 35-ലധികമായി. അവരവർ ഫാത്തിഹ പഠിക്കുക, പിന്നെ ലബ്ബൈക്ക പഠിക്കുക. ചെറിയ ചെറിയ സദസ്സുകൾ മുസാഫർ ഖാനെ കണ്ടവരുണ്ടായിരിക്കും. അതിലൊക്കെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ചട്ടിപാത്രമൊക്കെ ഉണ്ടാവും അവരുടെ സ്വഭാവം അനുസരിച്ച്. ചെറിയ സദസ്സുകൾ ചെന്ന് നോക്കിയാൽ ലബ്ബൈക്ക പഠിക്കുക. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. പിന്നെ ഫാത്തിഹ പഠിക്കുക, നിസ്കാരം പഠിക്കുക. ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോയാൽ മഹാഭൂരിഭാഗവും സീനിയർ സിറ്റിസൻസാണ്. 60 വയസ്സ് കഴിയുമ്പോഴേ ഹജ്ജിന് പോകും. ഇതൊക്കെ ദാറുൽഹുദയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇതൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ദയനീയാവസ്ഥ. അതിന് കാരണമുണ്ട്, ഇപ്പോൾ പറയാൻ സമയമില്ല, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അങ്ങനെയാണ് ആദ്യം ആന്ധ്രാപ്രദേശിൽ 8 കൊല്ലമായി, പിന്നെ ആസാമിൽ ബംഗാളിൽ 5 കൊല്ലമായി, പിന്നെ ആസാമിൽ 3 കൊല്ലമായി, ഇപ്പോൾ കർണാടകയിൽ 1-ാമത്തെ കൊല്ലമാണത്. ഹൈദരലി ശിഹാബ് തങ്ങൾ അവിടെ 4-5 മാസം മുമ്പ് ശിലാസ്ഥാപനം നടത്തിയിരുന്നു. തൽക്കാലം അതിൻ്റെ ഒരു മുതലാളി നമുക്ക് 5 ഏക്കർ 35 സെൻറ്റ് ഭൂമി ദാനമായി തന്നു. അവിടെ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 10 ദിവസം കഴിഞ്ഞാൽ അവിടുത്തെ 1-ാമത്തെ സ്ലാബിൻ്റെ വാർപ്പ് നടക്കാൻ പോകുക. ഇതൊക്കെ ദാറുൽഹുദ സ്വന്തം ചിലവഴിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭക്ഷണം, ഉസ്താദന്മാരുടെ ശമ്പളം, കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് നിർമ്മാണത്തിൻ്റെ ചിലവ് ഒക്കെ ദാറുൽഹുദ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ നമ്മളെമാതിരി മുസ്ലിമീങ്ങളാണ്. അവരുടെ സ്ഥിതി അത്രമാത്രം ദയനീയമാണ് എന്ന് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് 1999 ദാറുൽഹുദയുടെ ക്യാമ്പസിൽ തന്നെ ഉറുദുക്കാർക്കുള്ള ഒരു കോഴ്സ് തുടങ്ങി. അതിൽ നിന്ന് പഠിച്ച് പൂർത്തിയായി പലരും പുറത്തിറങ്ങി. പിന്നെയാണ് 8 കൊല്ലം മുമ്പ് ആന്ധ്രയിൽ, പിന്നെ ആസാമിലൊക്കെ തുടങ്ങി. അവിടെയൊക്കെ അൽഹംദുലില്ലാഹ് 100, 150, 125, 175 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാറുൽഹുദയാണ്. ദാറുൽഹുദ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ് അതിൽ ചെറിയ ചെറിയ സംഖ്യകൾ നൽകിക്കൊണ്ട് ഭാഗഭാഗിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്കൊന്നും നേർക്കുനേരെ അവിടങ്ങളിൽ പോയി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഈ ചെറിയ സംഭാവനകളിലൂടെ നമ്മുടെ ഭാഗഭാഗിത്വം അതിൽ ഉറപ്പ് വരുത്തപ്പെടുന്നത് കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്നൊരു സാലിഹാമരായി കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെ ചെയ്യുന്ന ഫലപ്രദമായ സേവനങ്ങൾ ഇനിയും ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ സൃഷ്ടിച്ച് തരുമാറാകട്ടെ. ദാറുൽഹുദയുടെ സന്നദ്ധദാന സമ്മേളനം ഈ ഫെബ്രുവരിയിൽ നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. പിന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അത് ഡിസംബറിലേക്ക് 2017 ഫെബ്രുവരിയിൽ തീരുമാനിച്ചത് അവസാനത്തെ മാസത്തേക്ക് മാറ്റി ഡിസംബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അൽഹംദുലില്ലാഹ് വർഷങ്ങളായി ജിദ്ദ ദാറുൽഹുദ കമ്മിറ്റിയാണ് അവരുടെ സനദ് വസ്ത്രത്തിൻ്റെ ചിലവ് എടുക്കാറുള്ളത്. നിങ്ങളെ പറഞ്ഞു തരേണ്ടതില്ല, നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഡിസംബറിലേക്ക് സമ്മേളനം മാറ്റിയതുകൊണ്ട് ഒരു ബാച്ചിന് കൂടിയുള്ള സനദ് വസ്ത്രം നമ്മൾ കൂടുതൽ കാണേണ്ടി വരും. നിങ്ങളെ ഭീഷണിപ്പെടുത്തല്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ മുമ്പ് വാശി പറഞ്ഞതുകൊണ്ടാണ് അതങ്ങനെ തുടർന്ന് പോരുന്നത്. അന്നുണ്ടായിരുന്ന ചില നേതാക്കന്മാരൊക്കെ അത് ഞങ്ങൾ കുറേ കാലമായി ചെയ്യണമല്ല, ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. വേറെയും പല ആളുകളിലും സന്നദ്ധരായി വരാറുണ്ട്, വന്നിട്ടുണ്ട് ഗൾഫിലുള്ള കമ്മിറ്റികൾ തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരമാവധി ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതൊക്കെ ഭംഗിയായി നിർവഹിക്കും. ഒരുപാട് സംഖ്യ ഇതിനൊക്കെ വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അംബർ മഖാമിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിനെ വിനിയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ക്രൈസിസിന് ശേഷം അത് 50% വരെ ആയി ചുരുങ്ങി. സംഭാവന പൈസ കൊടുക്കണമെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ആണല്ലോ. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. കോടീശ്വരനാണെങ്കിലും ലക്ഷപ്രഭുവാണെങ്കിലും മില്യനാറാണെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കാവുന്ന 24,000 വീട്ടിലേക്ക് മീൻ വാങ്ങാൻ തയ്യോ? അത്തരം ആളുകൾക്ക് തികയില്ല. കുട്ടികളെ ഫീസ് കൊടുക്കണം, വണ്ടിക്ക് എണ്ണടിക്കണം, 24,000 രൂപ എന്ത് ചെയ്യണം? അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെയും മുസ്ലിമീങ്ങളുടെയും പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യമെന്നതിനാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. അള്ളാഹു അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. അതിലൊക്കെ പങ്കാളികളാകാൻ ഇനിയും അള്ളാഹു നമുക്ക് അവസരങ്ങൾ തരട്ടെ. നിങ്ങളുടെയൊക്കെ മക്കളെ, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെയും ജിദ്ദക്കാരായ പല ആൾക്കാരുടെയും മക്കളൊക്കെ ഹുദവികളായവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ മക്കളെ ഇൻഷാ അല്ലാഹ് ദാറുൽഹുദയിലേക്ക് കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഏത് കാര്യത്തിൽ ചില നിയമം വ്യവസ്ഥയൊക്കെ ഉണ്ടാവും, എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ പെൺകുട്ടികൾക്ക് സ്ഥാപനമുണ്ട്, ഫാത്തിമ സഹറ ഇസ്ലാമിക് വിമൻസ് കോളേജ്, അത് ദാറുൽഹുദയുടെ കീഴിൽ തന്നെയാണ്.
നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകമായ മതബോധനം നൽകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. അതും വളരെ ഫലപ്രദമായി അൽഹംദുലില്ലാ. കാരണം പുരുഷന്മാർ വിദ്യാഭ്യാസം നേടിയ വലിയ എവിടെയെങ്കിലും പോകും, ലണ്ടനിക്കോ പാരീസിക്കോ എവിടെയെങ്കിലും പോകും. പെണ്ണുങ്ങളാണെങ്കിൽ അവർ വീട് മേൽനോട്ടം വഹിക്കുന്ന ആൾ അവരെ ചുമതല. അവരുടെ മടിയിലാണ് പുതിയ തലമുറ ജന്മം കൊള്ളുന്നത്. അവർക്ക് ദീനി ബോധം വേണം, ദീനി സംസ്കാരം വേണം. അതിനാണ് ഫാത്തിമ സഹ്റ ഇസ്ലാമിക് വിമൻസ് കോളേജ് 1991 സ്ഥാപിച്ച് ഇന്നിപ്പോൾ അൽഹംദുലില്ലാ 25 കൊല്ലമായി അത് നടന്നു വരുന്നുണ്ട്. ഭംഗിയായിട്ട്, വളരെ ഭംഗിയായി അവിടെ കുട്ടികൾക്ക് നല്ല സേഫ്റ്റി, നല്ല സംതൃപ്തമായ സാഹചര്യം. പെൺകുട്ടികളെ ക്യാമ്പസ് ഏകദേശം 2 ഏക്കറുണ്ട്. അതിൻ്റെ ഉള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അവിടെ അടുക്കളയിലും ഒക്കെ പെണ്ണുങ്ങളെ ടീച്ചർമാരും പഠിക്കുന്നവരും വളരെ ഹാപ്പിയാണ് പെൺകുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ഭംഗിയായി ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളോട് കൂടിയാണ് ഇതൊക്കെ സാധിക്കുന്നത്. അള്ളാഹു അതൊക്കെ നമ്മിൽ നിന്ന് സാലിഹ അമലായി കബൂൽ ചെയ്യട്ടെ. ഇത്തരം പുണ്യകർമ്മങ്ങൾ തുടർന്നും ചെയ്യാൻ ഉമ്മത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി ആവശ്യമായ പരിവർത്തനങ്ങളും പരിഷ്കരണങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാദിയയ്ക്ക് കീഴിൽ